ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതിർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലംകൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാന ഗംഗാപ്രവാഹത്തിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം നവമ അധ്യായം. ഇക്ഷ്വാകുവംശ ചരിതം തുടരുകയാണ്. നമ്മൾ രാവിലെ ഭഗീരഥന്റെ ചരിത്രം, ഗംഗാ ഉൽപ്പത്തി അല്ലെങ്കിൽ ഗംഗാ അവതരണ കഥ അത് കണ്ടു. ഇനി ആ ഭഗീരഥന്റെ ശേഷമുള്ള ഇക്ഷ്വാകുവംശം തുടരുകയാണ്. നമുക്ക് രാവിലെ വായിച്ചതും വായിക്കാം, തുടർന്നും വായിച്ചിട്ട് ഭഗീരഥന്റെ പുത്രപൗത്ര പ്രപൗത്ര പരമ്പരകളെ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ നവമോऽധ്യായഃ. ശ്രീശുക ഉവാച. അംശുമാംശ്ച തപസ്തേപേ ഗംഗാനയനഗമ്യയാ കാലം മഹാന്തം നാശക്നോത് തതഃ കാലേന സംസ്ഥിതഃ. ദിലീപസ്തൽ സുദത്തദ്വത് അശക്തഃ കാലമേയിവാൻ. ഭഗീരഥസ്തസ്യ പുത്രഃ തേപേ സസുമഹത്തപഃ. ദർശയാമാസ തം ദേവീ പ്രസന്നാ വരദാസ്മി തേ ഇത്യുക്തഃ. സ്വം അഭിപ്രായം ശശംസ അവനതോ നൃപഃ. കോപി ധാരയിതാ വേഗം പതന്ത്യാ മേ മഹീതലേ. അന്യഥാ ഭൂതലം ഭിത്വാ നൃപയാസ്യേ രസാതലം. കിം ചാഹം ന ഭുവം യാസ്യേ നരാ മയി ആമൃജന്ത്യകം. മൃജാമി തദകം കുത്ര രാജൻ തത്ര വിചിന്യതാം. ഭഗീരഥ ഉവാച. സാധവോന്യാസിനഃ ശാന്താ ബ്രഹ്മിഷ്ഠാ ലോകപാവനാഃ. ഹരന്ത്യഘം തേ അംഗസംഗാത് തേ ശ്വാസ്തേ ഹഗഭിധരിഃ. ധാരയിഷ്യതി തേ വേഗം രുദ്രസ്ത്വാത്മാ ശരീരിണാം. യസ്മിൻ ഓതമിദം പ്രോതം വിശ്വം ശാടീവ തന്തുഷു. ഇത്യുക്ത്വാ സ നൃപോ ദേവം തപസാ തോഷയത് ശിവം. കാലേനാൽപീയസാ രാജൻ തസ്യേഷഃ സമതുഷ്യത. തഥേതി രാജ്ഞാ വിഹിതം സർവലോകഹിതഃ ശിവഃ. ദദാരാവഹിതോ ഗംഗാം പാദപൂതജലാം ഹരേഃ. ഭഗീരഥസ്സ രാജർഷിഃ നിന്യേ ഭുവനപാവനീം. യത്ര സ്വപിതॄണാം ദേഹാഃ ഭസ്മീഭൂതാഃ ശ്മശേരത്തെ. രഥേന വായുവേഗേന പ്രയാന്തമനുധാവതി. ദേശാൻ പുനന്തി നിർദഗ്ധാൻ ആസിഞ്ചത് സകരാത്മജാൻ. യജ്ജലസ്പർശമാത്രേണ ബ്രഹ്മദണ്ഡഹതാ അപി. സകരാത്മജാ ദിവം ജഗ്മുഃ കേവലം ദേഹഭസ്മഭിഃ. ഭസ്മീഭൂതാംഗസംഗേന സൂര്യാതാ സകരാത്മജാഃ. കിം പുനഃ ശ്രദ്ധയാ ദേവീം യേ സേവന്തെ ധൃതവ്രതാഃ. ന ഹ്യേതത് പരമാശ്ചര്യം സ്വർദുന്യായതിഹോദിതം. അനന്തചരണാംബോജപ്രസൂതായ ഭവച്ഛിതഃ. സന്നിവേശ്യ മനോ യസ്മിൻ ശ്രദ്ധയാ മുനയോ മലാഃ. ത്രൈഗുണ്യം ദുസ്ത്യജം ഹിത്വാ സദ്യോ യാതാ തദ് ആത്മതാം.
ശ്രുതോ ഭഗീരഥാജജ്ഞേ തസ്യ നാഭോപരോഭവത് സിന്ധുദ്വീപസ്തതസ്തസ്മാത് അയുതായുസ്തതോഭവത് ഋതുപർണോ നളസഗോ യോ അശ്വവിദ്യാമയാം നളാത് ദത്വാക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തൽസുതഃ തതസുദാസസ്തൽപുത്രോ മദയന്തീപതിർനൃപ ആഹുർമിത്രസഹം യം വൈ കൽമാശാംഗ്രിം ഉദ ക്വചിത് വസിഷ്ഠശാപാത് രക്ഷോ ഭൂത അനപത്യഃ സ്വകർമ്മണാം രാജോവാച കിം നിമിത്തോ ഗുരോ ശാപഃ സൗദാസസ്യ മഹാത്മനഃ ഏതദ്വേദിതുമിച്ഛാമഃ കഥ്യതാം നരഹോ യദി. ശ്രീശുക ഉവാച സൗദാസോ മൃഗയാം കിഞ്ചിച്ചരൻ രക്ഷോ ജഗാനഃ മുമോച ഭ്രാതരം സോധ ഗതഃ പ്രതിചികീർഷയാ സചിന്തയന്നകം രാജ്ഞഃ സൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തുകാമായ പക്വാ നിന്യേന രാമിഷം പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യാഭക്ഷ്യമഞ്ജസ രാജാനമശപത്ക്രുദ്ധോ രക്ഷോ ഹ്യേവം ഭവിഷ്യസി. രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ ദ്വാദശവാർഷികം സോപ്യപോ അഞ്ജലിനാദായ ഗുരും ശപ്തും സമുദ്യതഃ വാരിതോ മദയന്ത്യാപോരുഷതീഃ പാദയോർജഹൗ ദിശഖം അവനീം സർവം പശ്യൻ ജീവമയം നൃപഃ രാക്ഷസം ഭാവമാപന്നഃ പാദേ കൽമാശതാം ഗതഃ വ്യവായ കാലേ ദദൃശേ വനൗ ഗോദമ്പതീ ദ്വിജൗ ക്ഷുധാർത്തോ ജഗൃഹേ വിപ്രം തൽപത്ന്യാഃ കൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാദിക്ഷ്വാകൂണാം മഹാരഥഃ മദയന്ത്യാഃ പതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥതഃ തസ്മാദസ്യ വധോ വീര സർവാർത്ഥവദ ഉച്യത്തെ ഏഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ തപശീലഗുണന്വിതഃ ആരിരാധയേഷുർബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷാന്തർഹിതം ഗുണൈഃ സോയം ബ്രഹ്മർഷിവർയസ്തേ രാജർഷി പ്രവരാദ് വിഭോ കഥമർഹതി ധർമ്മജ്ഞവധം പിതുരിവാത്മജഃ തസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിനഃ കഥം വദം യദാ ബഭ്രോഹോ മന്യത്തെ സന്മതോ ഭവാൻ യദ്യയം ക്രിയതേ ഭക്ഷഃ തർഹി മാം ഖാദ പൂർവതഃ ന ജീവിഷ്യേ വിനായേന ക്ഷണം ച മൃതകം യദാം ഏവം കരുണഭാഷിണ്യാ വിലപന്ധ്യാ അനാദവത് വ്യാഘ്ര പശുമിബാധാദത് സൗദാസ ശാപമോഹിതഃ ബ്രാഹ്മണീ വീക്ഷ്യ ദിദിഷും പുരുഷാദേന ഭക്ഷിതം ശോചന്ത്യാത്മാനമുർവീശം അശപത്കുപിതാ സതി യസ്മാന്മേ ഭക്ഷിതഃ പാപകാമാർത്തായാഃ പതിസ്ത്വയാ തവാപി മൃത്യുരാധാനാദകൃതപ്രജ്ഞ ദർശിതഃ ഏവം മിത്രസഹം ശപ്ത്വാ പതിലോകപരായണ തദസ്തീനി സമിദ്ധേഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാം വിശാപോ ദ്വാദശാബ്ദാന്തേ മൈഥുനായ സമുദ്യതഃ വിജ്ഞായ ബ്രാഹ്മണീ ശാപം മഹിഷ്യാ സ നിവാരിതഃ തത ഊർധ്വം സതത്യാജ സ്ത്രീ സുഖം കർമ്മണാ പ്രജാഃ വസിഷ്ഠസ്തദനുജ്ഞാതോ മദയന്ത്യാം പ്രജാം അദാത് സാ വൈ സപ്തസമാഗർഭം അഭിഭ്രന്നവ്യജായത ജഗ്നേ അശ്മനോദരം തസ്യാഃ സോ അശ്മകസ്തേന കഥ്യതേ അശ്മകാത് മൂലകോ ജജ്ഞേയ സ്ത്രീഭിഃ പരിരക്ഷിതഃ നാരീ കവചയുക്തോ നിക്ഷത്രേ മൂലകോ അഭവത് തതോ ദശരഥസ്തസ്മാത് പുത്ര ഐഡവിഡസ്തതഃ രാജാ വിശ്വസഹോ യസ്യ ഗഡ്വാംഗശ്ചക്രവർത്യഭൂത്
യോ ദേവൈരർത്തിതോ ദൈത്യാനപതീദ്യുതി ദുർജയഃ മുഹൂർത്തമായുർജ്ഞാത്വൈത്യ സ്വപുരം സന്ദധേ മനഃ ന മേ ബ്രഹ്മകുലാത് പ്രാണാഃ കുലദൈവാന്ന ചാത്മജാഃ ന ശ്രിയോ ന മഹീരാജ്യം ന ദാരാശ്ചാതി വല്ലഭാഃ ന ബാല്യേപി മതിർമഹ്യം അധർമ്മേ രമതേ ക്വചിത് നാപശ്യമുത്തമശ്ലോകാദന്യത് കിഞ്ചന വസ്ത്വഹം ദേവൈഃ കാമവരോ ദത്തോ മഹ്യം ത്രിഭുവനേശ്വരൈ ന വൃണേ തമഹം കാമം ഭൂതഭാവന ഭാവനഃ യേ വിക്ഷിപ്തേന്ദ്രിയധിയോ ദേവാസ്തേ സ്വഹൃദി സ്ഥിതം ന വിന്ദന്തി പ്രിയം ശശ്വത് ആത്മാനം കിമുതാപരേ അദേശമായാരചിതേഷു സംഗം ഗുണേഷു ഗന്ധർവപുരോപമേഷു രൂഢം പ്രകൃത്യാത്മനി വിശ്വകർത്തുഃ ഭാവേന ഹിത്വാ തമഹം പ്രപദ്യേ ഇതി വ്യവസിതോ ബുദ്ധ്യാ നാരായണ ഗൃഹീതയാ ഹിത്വാന്യഭാവമജ്ഞാനം തതഃ സ്വം ഭാവമാശ്രിതഃ യത്തദ് ബ്രഹ്മപരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപിതം ഭഗവാൻ വാസുദേവേദീയം ഗൃണന്തി സത്വതാഃ. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ സൂര്യവംശാനുവർണനേ നവമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ നവമസ്കന്ധം 9-ാം അധ്യായം തുടരുകയാണ്. രാവിലത്തെ 15 ശ്ലോകങ്ങൾ ഭഗീരഥ ചരിതം, ഗംഗാ അവതരണം വിസ്തരിച്ച് കണ്ടു നമ്മൾ. ഇനിയും വിസ്തരിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. തന്റെ പിതൃവ്യന്മാർക്ക്, സകരന്മാർക്ക് മോക്ഷം ലഭിക്കാനായി അച്ഛനായ അംശുമാൻ തപസ് ചെയ്തു. അച്ഛനായ ദിലീപൻ തപസ് ചെയ്തു. അതിനു മുമ്പ് പിതാമഹനായ അംശുമാൻ തപസ് ചെയ്തു. പക്ഷെ അവർക്കൊന്നും സാധിക്കാത്ത കാര്യം ഭഗീരഥൻ തന്റെ കഠിന തപസ്സുകൊണ്ട് സാധിച്ചു. ഗംഗയെ പ്രത്യക്ഷപ്പെടുത്തി. ഗംഗ താൻ ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് അല്ലെങ്കിൽ രസാതലത്തിലേക്ക് പോകും, ആരെന്നെ ധരിക്കും എന്ന് ചോദിച്ചു. മാത്രമല്ല, ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മഹാപാപികളും അവരുടെ പാപങ്ങളൊക്കെ എന്നിൽ കഴുകിക്കളയും, എന്നിട്ട് ഞാൻ ഏറ്റവും മലിനയായി തീരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് വിപരീതമായി മറുപടി പറഞ്ഞു. പക്ഷേ ഭഗീരഥൻ അതിനൊക്കെ പോംവഴി പറഞ്ഞു. ഋഷീശ്വരന്മാർ, തീർത്ഥപാദന്മാരായിട്ടുള്ള മഹാത്മാക്കളെല്ലാം അവരുടെ അംഗസ്പർശം കൊണ്ട് അമ്മയെ ശുദ്ധീകരിക്കും. അമ്മയിൽ വന്നു ചേർന്നിട്ടുള്ള പാപങ്ങളെയൊക്കെ അവർ നശിപ്പിച്ചുകൊള്ളും. അതുപോലെ മഹാദേവൻ അമ്മ ഭൂമിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അമ്മയെ ധരിച്ചുകൊള്ളും എന്നിങ്ങനെ പറഞ്ഞ് അതിനുള്ള വഴികളൊക്കെ ചെയ്ത് മഹാദേവനെ തപസ്സുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ഭൂമിയിലേക്ക് ഗംഗ വന്നു. മഹാദേവൻ താങ്ങി. പിന്നീട് ജന്നു മഹർഷിയുടെയും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ആ ഗംഗ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ ഈ കപിലാശ്രമത്തിലേക്ക് ഒഴുകി. ഈ ഭഗീരഥൻ രഥത്തിൽ മുമ്പേ വായുവേഗത്തിൽ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് സഞ്ചരിച്ചു. ഭഗീരഥന്റെ പുറകെ ഗംഗ അതിവേഗത്തിൽ പാഞ്ഞു ചെന്ന് ഗംഗാ സാഗര സംഗമസ്ഥാനത്തുള്ള കപിലാശ്രമത്തിൽ ദഹിച്ചു കിടക്കുന്ന, ചാരമായി കിടക്കുന്നവരായ തന്റെ പൂർവീകർ സകരന്മാർക്ക് ഗംഗാസ്പർശം കൊണ്ട് മോക്ഷം കൊടുത്തു. അപ്പോൾ വെറും ചാരമായി കിടന്നവർക്ക് പോലും ഗംഗാസ്പർശം മോക്ഷം കൊടുക്കുമെങ്കിൽ ആ ഗംഗയെ ഭക്തിപൂർവം സേവിക്കുന്നവരുടെ ഗതി പറയേണ്ടതുണ്ടോ? ഏതൊരു ഗംഗയിൽ
മനസ്സുറപ്പിച്ചുകൊണ്ടാണോ മഹാത്മാക്കൾ അവരുടെ ദേഹാഭിമാനം ത്യജിക്കുന്നത്, അവരുടെ ശരീരം വെടിയുന്നതായിട്ടുള്ള സമയത്ത് അവർ ആ ദേഹത്തെ പോലും ഏതൊരു ഗംഗയിലാണോ ഉപേക്ഷിക്കുന്നത്, എന്നിട്ട് വിദേഹമുക്തരായി പോകുന്നത്? ആ ഗംഗയുടെ മാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടാണ് ഗംഗാ അവതരണ കഥ പൂർത്തീകരിച്ചത് 15-ാം ശ്ലോകം വരെ. ഇനി ഭഗീരഥന്റെ വംശം തുടരുകയാണ്, നമുക്ക് കാണാം. ശ്രുതോ ഭഗീരഥാജ്ഞേ തസ്യ നാഭോപരോഭവത് സിന്ധുദ്വീപസ്തതസ്തസ്മാത് അയുതായുസ്തതോഭവത് ഋതുപർണോ നളസഖോ യോ അശ്വവിദ്യാമയാ നളാത് ദത്വാക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തൽ സുതഃ. ശ്രുതോ ഭഗീരഥാത് ജജ്ഞേ, ഭഗീരഥാത് ശ്രുതഃ ജജ്ഞേ, ഭഗീരഥനിൽ നിന്ന് ശ്രുതൻ ജാതനായി, ശ്രുതൻ ജനിച്ചു. ഭഗീരഥന്റെ പുത്രന്റെ പേര് ശ്രുതൻ എന്നാണെന്ന് വ്യക്തമാക്കി. ശ്രുതൻ ധാരാളം ശ്രവണം ചെയ്തിട്ടുള്ള ആള് എന്ന വാക്യാർത്ഥം. അപ്പൊ നല്ല ജ്ഞാനിയായിട്ടുള്ളൊരു പണ്ഡിതനായിട്ടുള്ളൊരു മഹാത്മാവ് എന്നർത്ഥം, ഗംഗയെ പാനം ചെയ്തിട്ടുള്ള ആള്. അപ്പൊ ശ്രുതോ ഭഗീരഥാത് ജജ്ഞേ തസ്യ നാഭോ അപരോ അഭവത്, അവന് നാഭൻ എന്ന പേരുള്ള പുത്രനുണ്ടായി. ആർക്ക്? ശ്രുതന്. ഭഗീരഥനിൽ നിന്ന് ശ്രുതൻ എന്ന പുത്രനും അവന് നാഭൻ എന്ന പേര് ഉള്ള ഒരു പുത്രനും ഉണ്ടായി. ഇനി അവന്റെ പുത്രൻ, നാഭന്റെ പുത്രൻ സിന്ധുദ്വീപ തതഃ, സിന്ധുദ്വീപൻ എന്നാണ് നാഭന്റെ പുത്രന്റെ പേര്, സിന്ധുദ്വീപൻ. പിന്നീട് തതഃ തസ്മാത് അയുതായുഹു, തസ്മാത് അയുതായുഹു, സിന്ധുദ്വീപനിൽ നിന്ന് അയുതായു എന്ന് പേരുള്ള ഒരാൾ. അയുതായു എന്ന് പറഞ്ഞാൽ 10,000 സംവത്സരം ആയുസ്സുള്ള ആള് എന്ന് അർത്ഥം വരുന്നു വാക്കിന്. എന്തായാലും അയുതായുസ് എന്ന് പേരായിട്ടുള്ള ഒരാൾ സിന്ധുദ്വീപനിൽ നിന്ന് ഭവിച്ചു. അപ്പൊ ഭഗീരഥന്റെ പുത്രൻ ശ്രുതൻ, അദ്ദേഹത്തിൽ നിന്ന് നാഭൻ, പിന്നീട് സിന്ധുദ്വീപൻ, പിന്നീട് അയുതായു, ഇങ്ങനെ 4 തലമുറകളെ പറഞ്ഞു. അതിനുശേഷം ഋതുപർണോ നളസഖോ യോ അശ്വവിദ്യാമയാ നളാത് ദത്വാക്ഷഹൃദയം ചാസ്മൈ സർവകാമസ്തു തൽ സുതഃ. ഋതുപർണ നളസഖ. അപ്പൊ ഇനി അയുതായു എന്ന് പറഞ്ഞില്ലേ, അത് അയുതായുവിന്റെ പുത്രനാണ് ഋതുപർണൻ. ഋതുപർണൻ എന്ന പേരുള്ള ഒരു രാജാവ്. അദ്ദേഹം നളസഖ, നമ്മുടെ എന്താ പറയുക, നളചരിതം കഥയിലെ നളൻ എന്ന രാജാവിന്റെ കൂട്ടുകാരനായിരുന്നു ഋതുപർണൻ. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയുന്നത്, യോ അശ്വവിദ്യാം അയാത്ത് നളാത്ത്, നളാത്ത് അശ്വവിദ്യാം അയാത്ത്, നളനിൽ നിന്ന് അശ്വവിദ്യയെ അയാത് എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, യാനം ചെയ്തു എന്നാണ്. യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തെ പ്രാപിക്കുക. അപ്പോൾ അശ്വവിദ്യയെ പ്രാപിച്ചു. അശ്വഹൃദയം എന്ന് പറയുന്ന കുതിരയെ പരിപാലിക്കാനുള്ള വിദ്യകളൊക്കെ, കുതിരയെ എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കണം, എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യണം, അതുപോലെ അതിന്റെ ചികിത്സാ വിധികള്, ഭക്ഷണ രീതികള്, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ നമ്മള് ആനയെ പരിപാലിക്കുന്ന വിദ്യക്ക് മാതംഗലീല എന്നാ പറയുക. മാതംഗലീല അങ്ങനെയാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതുപോലെ ഇവിടെ അശ്വഹൃദയം എന്നുള്ളതാണ് കുതിരയെ പരിപാലിക്കുന്ന വിദ്യകൾ കൊണ്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ ഭാരതത്തില് ഈ പറഞ്ഞതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടും റിസർച്ച് ചെയ്തിട്ടും അവതരിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള വിദ്യകളാണ്. ഇതൊക്കെ 64 കലകളിൽ ഓരോ കലകളുമാണ്. മാതംഗലീല എന്നുള്ളത് ഗജപരിപാലനമാണ്. ഗജചികിത്സയൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ ഒരു വിദ്യയാണ്. അതുപോലെ തന്നെ ഇവിടെ അശ്വത്തെ പരിപാലിക്കുക, അശ്വത്തെ ട്രെയിനിങ് ചെയ്യുക, അശ്വത്തിന്റെ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുക, അതിന്റെ ചികിത്സാ വിധികൾ, ഇതെല്ലാം അറിയുന്നതായിട്ടുള്ള വിദ്യയാണ് അശ്വഹൃദയം. അപ്പോ അത് നളൻ അതിൽ പ്രഗത്ഭനായിരുന്നു. അപ്പൊ നളനിൽ നിന്ന് അശ്വഹൃദയം സ്വീകരിച്ചു ഋതുപർണൻ. എന്നിട്ട് പകരം എന്ത് കൊടുത്തു എന്ന് പറയുകയാണ് ഇവിടെ, ദത്വാ അക്ഷഹൃദയം ച അസ്മൈ.
അസ്മൈ അക്ഷഹൃദയം ദത്വ. അക്ഷഹൃദയം എന്ന് പറഞ്ഞാലോ, അക്ഷം എന്ന് പറഞ്ഞാല് ചതുരംഗ കളിയാണ്, ചൂതുകളി. ചതുരംഗ കളിയാണ് അക്ഷക്രീഡ എന്ന് പറയുന്നത്. അതിന്റെ ഹൃദയം, അതിന്റെ തത്വങ്ങളെല്ലാം, അതിന്റെ രഹസ്യങ്ങളെല്ലാം, ആ ചൂതുകളിയുടെ വിദ്യകളെല്ലാം തന്നെ ഈ ഋതുപർണൻ നളന് പഠിപ്പിച്ചു. അങ്ങനെയാണ് നളൻ ചൂതുകളിയിൽ ജയിക്കുന്നത്. ആരോടാണ്? നളനെ വഞ്ചിക്കാൻ വരുന്ന രാജാവുണ്ടല്ലോ, പേര് ഓർമ്മയില്ല, ദമയന്തിയെ തട്ടിയെടുക്കാനൊക്കെ ആയിട്ട് വരുന്ന രാജാവ്. അയാളോട് ചൂതുകളിയിൽ നളൻ ജയിക്കുന്നത് ഈ വിദ്യ പഠിച്ചിട്ടാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരുന്നവർ കമന്റിലിടുക. നിങ്ങൾ കമന്റ് ചെയ്താൽ ഉടനെ ഓർമ്മ വരും. എന്തായാലും ദത്വാ അക്ഷഹൃദയം ച അസ്മൈ സർവകാമസ്തു തൽസുതഃ. ഇനി പരമ്പര പറയണു. തൽസുതഃ, ആരുടെ സുതഃ? ഋതുപർണസ്യ സുതഃ സർവകാമഃ. സർവകാമൻ എന്നുള്ള ഒരാളാണ് ഋതുപർണന്റെ പുത്രൻ. ഋതുപർണന്റെ പുത്രൻ സർവകാമൻ. തതസുദാസഃ തൽപുത്രോ മദയന്തി പതിർനൃപ ആഹുർമിത്രസഹം യം വൈ കൽമാശ്രാംഗ്രിം ഉതക്വചിത് വസിഷ്ഠശാപാദ് രക്ഷോഭൂത അനപത്യഃ സ്വകർമ്മണാം. തതസുദാസസ്തൽപുത്രോ മദയന്തി പതിർനൃപ ആഹുർമിത്രസഹം യം വൈ കൽമാശാംഗ്രിം ഉതക്വചിത് വസിഷ്ഠശാപാദ് രക്ഷോഭൂത അനപത്യഃ സ്വകർമ്മണാം. തതഃ സുദാസഃ തൽപുത്രഃ, അവനിൽ നിന്ന് സുദാസൻ പുത്രനായി ജനിച്ചു. ആരിൽ നിന്ന്? സർവകാമനിൽ നിന്ന്. സർവകാമന്റെ പുത്രനായി സുദാസൻ ജനിച്ചു. അവൻ ആരാണ്? മദയന്തീപതി. മദയന്തി എന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു രാജ്ഞി, വളരെ ധർമ്മനിഷ്ഠയുള്ളതായിട്ടുള്ള ഒരു പ്രശസ്തയായിട്ടുള്ളവളാണ്. അതുകൊണ്ട് അവളുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞു. ദമയന്തി അല്ല, ദമശബ്ദത്തെ തിരിച്ചിട്ടതാണ്. അതെ, പുഷ്കരൻ. താങ്ക് യു. എനിക്ക് ബാഹുകൻ എന്നാണ് വരുന്നുണ്ടായിരുന്നത്. ബാഹുകൻ നളൻ തന്നെയാണ്. നളൻ പ്രച്ഛന്ന വേഷത്തിലാണ് ബാഹുകനായിത്തീരുന്നത്. മറ്റേ പുഷ്കരനാണ് ശത്രു. താങ്ക് യു. കഥകളിയൊക്കെ കണ്ട കാലം മറന്നു. മുമ്പൊക്കെ കാണുമായിരുന്നു, ഇപ്പൊ കുറേയായി. അപ്പോ മദയന്തീപതി, മദയന്തിയാണ് ഈ സുദാസന്റെ ഭാര്യ. വളരെ മിടുക്കിയാണ്, ധർമ്മ ഇതിൽ പ്രശസ്തയാണ്. നമ്മുടെ എന്താ പറയുക, ദ്രൗപദിയെ പോലെ, അല്ലെങ്കിൽ സീതയെ പോലെ, മണ്ഡോദരിയെ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ വളരെ ഒരു പ്രശസ്തയായിട്ടുള്ള സ്ത്രീയാണ് മദയന്തി. അപ്പൊ മദയന്തീപതിയായിട്ട് സൗദാസൻ. നോക്കൂ, പണ്ടത്തെ നമ്മുടെ പുരാണങ്ങളിൽ, ചരിത്രങ്ങളിലൊക്കെ ധാരാളം സ്ത്രീകൾ തിളങ്ങി നിൽപ്പുണ്ട്. സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സമൂഹമായിരുന്നില്ല. സ്ത്രീകൾക്ക് വളരെ എന്താ പറയുക, മേൽക്കൈ, പ്രാധാന്യം കൊടുക്കേണ്ടിടത്തൊക്കെ കൊടുത്തിരുന്നതായിട്ടുള്ളൊരു സമൂഹമായിരുന്നു. വിദേശ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഈ ഭാരതത്തില് ഈ വ്യവസ്ഥകളൊക്കെ മാറി മറിഞ്ഞത്. പുരുഷാധിപത്യം ഉള്ള ഒരു സമൂഹമായിട്ട് മാറുന്നതൊക്കെ ഈ വൈദേശിക ആധിപത്യത്തിന് ശേഷമാണ്. വിദേശികളുടെ സംസ്കാരമാണത്. മാത്രമല്ല, പിന്നെ നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ഒരവസ്ഥ വന്നു ചേരുകയും ചെയ്തു. ഇവരുടെ പിടിയിൽപ്പെടാതെ ഈ വിദേശികളായിട്ടുള്ള ആക്രമണകാരികൾ ഇവിടുത്തെ സ്ത്രീകളെയും ഉപദ്രവിക്കാൻ, അപഹരിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ, തട്ടിക്കൊണ്ടുപോകാനൊക്കെ വന്നപ്പോൾ
സ്ത്രീകൾ ഒരു സ്വത്തുപോലെ സംരക്ഷിക്കപ്പെടേണ്ട മുതലായി മാറി. അങ്ങനെയാണ് പുരുഷന്മാർ സ്ത്രീകളെ രക്ഷിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് വന്നു ചേരുമ്പോൾ അവിടെ അടക്കി ഭരിക്കുക എന്നുള്ളതും കൂടി അതിന്റെ ഭാഗമായിട്ട് വരും. അവരുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളത്. സ്ത്രീകൾ സ്വതന്ത്രകളായി സഞ്ചരിച്ചാൽ മറ്റുള്ളവരുടെ കയ്യിൽ അകപ്പെട്ടു പോകും. അപ്പോൾ രക്ഷിക്കപ്പെടേണ്ടവളാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ സ്വന്തം അഭിമാനം രക്ഷിക്കാനായിക്കൊണ്ട് തന്നെയാണ് സതി എന്നുള്ളതായിട്ടുള്ള ആചാരമെല്ലാം വന്നു ചേർന്നത്. ഈ ദുഷ്ടന്മാരായിട്ടുള്ള അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭർത്താക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ചിതയിൽ ചാടി സ്വയം സമർപ്പിച്ചതാണ് അവര്. അതിൽ ചിലര് നിർബന്ധപൂർവം കൂടി അതിൽ പിന്നീട് പതിക്കാൻ തുടങ്ങി. അതാണ് ദുഷിച്ചതായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയത്. കാലം കൊണ്ട് ആ സതി എന്നുള്ളത് ഒരു അനാചാരമായി മാറി. സ്വയം അവർ വളണ്ടറിലി സ്വന്തം ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അവർ സ്വന്തം ഭർത്താവിന്റെ ചിതയിൽ ദേഹം സമർപ്പിച്ചതായിരുന്നു. ഈ മുസ്ലിം ഇൻവേഡേഴ്സ് കൂട്ടം കൂട്ടമായി ഹിന്ദുക്കളെ കൊന്ന്, പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടുള്ള സന്ദർഭത്തിലാണ് ഈ സതി പ്രാബല്യത്തിൽ വന്നത്. പക്ഷെ അതിപ്പോ സനാതനധർമ്മത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനാചാരമൊക്കെ ഉള്ളതാണെന്ന് വന്നു ചേർന്നു. ഇരിക്കട്ടെ. അപ്പോ നമ്മുടെ സ്ത്രീകളുടെ മാഹാത്മ്യം അത് നമ്മുടെ സീതയും ദ്രൗപദിയും അഹല്യയും അല്ലെ താരയും ഒക്കെ തിളങ്ങി നിൽക്കുന്ന എത്രയോ കുന്തി ദേവിയും ഗാന്ധാരിയും ഒക്കെ തിളങ്ങി നിൽക്കുന്നതായിട്ടുള്ള പുരാണ ഇതിഹാസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഒരു മദയന്തിയെ പോലും ഓർമ്മിച്ചു കവി. മദയന്തീ പതിർ നൃപ ആഹുരു മിത്രസഹം യം വൈ കൽമാശാംഗ്രിം ഉതക്വചിത്. അപ്പൊ സൗദാസൻ മദയന്തിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തിന് മിത്രസഹൻ എന്നും വിളിച്ചിരുന്നു. ആഹുഹു മിത്രസഹം യം വൈ യാതൊരുവനെ തന്നെ, സെയിം പേഴ്സൺ, വൺ ആൻഡ് ദ സെയിം. മിത്രസഹ ആൻഡ് സുദാസഹ ആർ വൺ ആൻഡ് ദ സെയിം, നോട്ട് ടു ഇൻഡിവിജ്വൽസ്. മിത്രസഹം യം വൈ ആഹു. ഇനി കൽമാശാംഗ്രിം ഉതക്വചിത്, അവന്റെ മൂന്നാമത്തെ പേരാണ് കൽമാശാംഗ്രി എന്നതും. ക്വചിത്, ചിലയിടങ്ങളിൽ ചിലർ അദ്ദേഹത്തെ കൽമാശാംഗ്രി, കൽമാശപാദൻ. അംഗ്രി എന്നാൽ പാദം. അപ്പൊ ആരുടെ പാദമാണോ കൽമഷമുള്ളത് അവൻ കൽമാശപാദൻ. കൽമഷം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കാല് കറുത്തതായി ഭവിച്ചു, കറുത്ത കാലോടുകൂടിയവൻ, കളങ്കമുള്ള കാല്. അതിന്റെ കാരണം കഥ പറയാൻ പോകുന്നുണ്ട്. അത് രാജാവിന്റെ ചോദ്യത്തിന് സുഖബ്രഹ്മർഷി ഉത്തരം പറയാൻ പോകുന്നുണ്ട്. അപ്പോ അവൻ കൽമാശാംഗ്രി എന്നും വിളിക്കപ്പെട്ടു. ക്വചിത് വസിഷ്ഠശാപാത് രക്ഷോഭൂത്. അവൻ വസിഷ്ഠന്റെ ശാപം കൊണ്ട് രക്ഷസായി ഭവിച്ചു, ഒരു രാക്ഷസനായി ഭവിച്ചു എന്നാണ്. വസിഷ്ഠൻ അവനെ ശപിച്ച ഒരു രാക്ഷസനാക്കി. സ്വകർമ്മണ അനപത്യ, തന്റെ കർമ്മം കൊണ്ട് അദ്ദേഹം അനപത്യനായും ഭവിച്ചു. അനപത്യൻ അപത്യമില്ലാത്തവൻ, സന്തതിയില്ലാത്തവനായി ഭവിച്ചു. അപ്പോ സന്തതിരഹിതനും അനപത്യനും പിന്നീട് അല്ലെങ്കിൽ വസിഷ്ഠ ശാപം കൊണ്ട് രാക്ഷസനുമൊക്കെ ആയിത്തീർന്ന ആളാണ് ഈ സുദാസൻ. പേര്, ആദ്യത്തെ പേര് സുദാസൻ. മിത്രസഹൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കൽമാശാംഗ്രി അഥവാ കൽമാശപാദൻ എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നു. മൂന്നും ഒരേ ആള് തന്നെ. അപ്പൊ രാജാവ് ഈ സന്ദർഭത്തിൽ പരീക്ഷത്ത് രാജാവ് ചോദ്യം ചെയ്യുന്നു. രാജോവാച കിം നിമിത്തോ ഗുരോ ശാപഃ സൗദാസസ്യ മഹാത്മനഃ ഏതദ്വേദിതുമിച്ഛാമഃ കഥ്യതാം നരഹോ യതി. രാജോവാച കിം നിമിത്തോ ഗുരോ ശാപഃ സൗദാസസ്യ മഹാത്മനഃ ഏതദ്വേദിതുമിച്ഛാമഃ കഥ്യതാം നരഹോ യതി. കിം നിമിത്ത് രാജാവ് വാച, പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദ്യം ചെയ്യുന്നു. കിം നിമിത്തഃ ഗുരോഹോ ശാപഃ സൗദാസസ്യ മഹാത്മനഃ.
മഹാത്മനഃ സൗദാസസ്യ, മഹാത്മാവായ സൗദാസന്. എന്തുകൊണ്ട് മഹാത്മാ എന്ന് പറയണമെന്ന് വെച്ചാൽ ഈ സൂര്യവംശത്തിൽ പിറന്നവരാരും മോശക്കാരാവില്ല. അപ്പൊ എന്തുകൊണ്ടാണ് മഹാത്മാവായ ഈ സൗദാസസ്യന് കിം നിമിത്ത ഗുരോഹോ ശാപഃ, എന്ത് കാരണം കൊണ്ടാണ് ഗുരുവിന്റെ വസിഷ്ഠന്റെ ശാപമുണ്ടായത്? ഏതദ് വേദിതും ഇച്ഛാമഹ, ഈ കാര്യം ഞാൻ അറിയുവാൻ ഇച്ഛിക്കുന്നു. ഖത്യതാം, പറഞ്ഞു തരൂ. ന രഹോ യതി, യതി രഹഃ ന, യതി എങ്കിൽ, എന്തെങ്കിൽ, രഹഃ ന, രഹസ്യമല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ, എനിക്ക് കേൾക്കാൻ അർഹതയുള്ള കഥയാണെങ്കിൽ, ദോഷമൊന്നുമില്ലെങ്കിൽ, രഹസ്യം അല്ലെങ്കിൽ, രഹഃ ന യതി കത്യതാം പ്ലീസ് ടെൽ മീ എന്ന് അപേക്ഷാപൂർവം തന്റെ ജിജ്ഞാസയെ പരീക്ഷിത് രാജാവ് ശുകബ്രഹ്മർഷിയോട് അറിയിച്ചു. സൗദാസനെ വസിഷ്ഠ ഋഷി ശപിച്ചത് എന്തിന്? അപ്പൊ അതിന് മറുപടി ശുകബ്രഹ്മർഷി ആരംഭിക്കുന്നു. ശ്രീശുക ഉവാച സൗദാസോ മൃഗയാം കിഞ്ചിച്ചരൻ രക്ഷോ ജഗാനഃ മുമോച ഭ്രാതരം സോധഗത പ്രതിജിഗീർഷയാം സചിന്തയന്നഘം രാജ്ഞഃ സൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തുകാമായ പക്ത്വാനിന്യേ നരാമിഷം. ശ്രീശുക ഉവാച സൗദാസോ മൃഗയാം കിഞ്ചിച്ചരൻ രക്ഷോ ജഗാനഃ മുമോച ഭ്രാതരം സോധ ഗത പ്രതിജിഗീർഷയാ സചിന്തയന്നഘം രാജ്ഞഃ സൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തുകാമായ പക്ത്വാനിന്യേ നരാമിഷം. ശ്രീശുക ഉവാച. നാരായണപിള്ളയ്ക്ക് എന്താ ചോദ്യം ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോഴേ ഞാൻ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുള്ളൂ. എന്ത് ചോദ്യമാണാവോ? ഐ ഹാവ് ആസ്ക്ഡ് ഇറ്റ് ഔട്ട്, നോട്ട് യെറ്റ് ഗോട്ട് റിപ്ലൈ. ഇനി ഈ ഭാഗവതവുമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത ചോദ്യമാണെങ്കിൽ ഇവിടെ ചോദിക്കേണ്ട കാര്യവും ഇല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. മറ്റു ചോദ്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഡൈവേർട്ട് ചെയ്തു പോകും വിഷയത്തുനിന്ന്. ഇത് നമ്മളൊരൊറ്റ ജ്ഞാനഗംഗാ പ്രവാഹമാണ്, ഭാഗവതമാണ് വിഷയം. സോ ഭാഗവതത്തിൽ നിന്ന് കുറെ ഡൈവേർട്ട് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ തന്നെ പഠിക്കാം. അതിന് ക്ഷമ വേണം. നിരന്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. വല്ലപ്പോഴും എത്തി നോക്കിയിട്ട് ഉടനെ ഒരു സംശയം കൊണ്ട് ചാടി വീണാൽ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ നല്ല ഇവിടെയുള്ള സംബന്ധിച്ച ചോദ്യമാണെങ്കിൽ ആവർത്തിക്കാം, മറുപടി തരാം. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാ സംശയങ്ങളും തീരുന്നുണ്ട്. നാരായണ. ഹരി ഓം. ശ്രീശുക ഉവാച സൗദാസോ മൃഗയാം കിഞ്ചിച്ചരൻ രക്ഷോ ജഗാനഃ മുമോച ഭ്രാതരം സോധ ഗത പ്രതിചികീർഷയ സചിന്തയന്നകം രാജ്ഞഃ സൂതരൂപധരോ ഗൃഹേ ഗുരവേ ഭോക്തുകാമായ പക്ത്വാനിന്യേ നരാമിഷം. ശുകബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. എന്ത് കാരണം കൊണ്ടാണ് സൗദാസന് ഗുരുവിന്റെ ശാപമുണ്ടായത്? ഇവിടെ ഉത്തരം പറയുന്നു. സൗദാസഃ മൃഗയാം ചരന് കിഞ്ചിത് രക്ഷഃ ജഗാനഃ. ഈ സൗദാസൻ മൃഗയാം ചരന്, കാട്ടിൽ നായാട്ടിനായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ കിഞ്ചിത് രക്ഷഃ ജഗാന, ഒരു രക്ഷസിനെ വധിച്ചു. ജഗാന എന്ന് പറഞ്ഞാൽ ഹനിച്ചു. ഒരു രാക്ഷസനെ വധിച്ചു എന്നർത്ഥം. അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സഹോദരനെ വധിക്കാതെ വിട്ടയച്ചു. അതുകൊണ്ട് ഭ്രാതരം മുമോച, മുമോച ഭ്രാതരം. ഭ്രാതരം ആ രക്ഷസിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ വിട്ടയച്ചു, മുമോച മോചിപ്പിച്ചു. സോ അത ഗതഃ പ്രതിചികീർഷയ. അപ്പൊ എന്തായി? സഹ എന്ന് പറഞ്ഞാൽ ഈ ഭ്രാതാവ് തന്റെ ജ്യേഷ്ഠനെ വധിച്ചപ്പോ അനുജൻ രക്ഷസ് അത് അനന്തരം
പ്രതിചികീർഷയാഗത. പ്രതിചികീർഷ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പ്രതികാരം ചെയ്യുവാനുള്ള ഇച്ഛയോടെ, പ്രതികർത്തും ഇച്ഛയാ, പ്രതീകർത്തും ഇച്ഛയാ, അല്ലെങ്കിൽ പ്രതികാരം കർത്തും ഇച്ഛയാ എന്നൊക്കെ അർത്ഥം. പ്രതിചികീർഷയ, എന്തെങ്കിലും തിരിച്ചടി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ അനുജൻ, വിട്ടയക്കപ്പെട്ട സഹോദരനായ രക്ഷസ് എന്തു ചെയ്തു? സ ചിന്തയൻ അകം രാജ്ഞഃ, ഈ രാജാവ് തന്റെ ജ്യേഷ്ഠനോട് ചെയ്ത ആ അകത്തെ പാപത്തെ അല്ലെങ്കിൽ അപരാധത്തെ ചിന്തിച്ചുകൊണ്ട്, രാജ്ഞഃ അകം ചിന്തയൻ, അല്ലെങ്കിൽ രാജാവിന് ദോഷമുണ്ടാകണം എന്ന് ചിന്തിച്ചിട്ട് എന്നും അതിനെ വ്യാഖ്യാനിക്കാം. അപ്പൊ രാജാവിന് ദോഷമുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് സൂതരൂപതരഹ ഗൃഹേഗത. സൂതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ദകാരം മൂന്നാമത്തെയാണ്, മൃദു ദ ആണ്, ദയയുടെ ദ. മറ്റേത് തകാരം ആണെങ്കിൽ സൂത എന്ന് പറഞ്ഞാല് നമ്മുടെ പുരാണ വക്താവായിട്ടുള്ള സൂതനുണ്ട്, ശൗനകാദികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന സൂതൻ, പൗരാണികൻ. മറ്റൊരു സൂതൻ എന്ന് പറഞ്ഞാൽ കുതിരകളെ മേയ്ക്കുന്നവൻ, കുതിരകളെ ശുശ്രൂഷിക്കുന്നവൻ സൂതൻ, അത് തകാരം. ഇവിടെ സൂതൻ എന്ന് പറഞ്ഞാല് നന്നായി പാചകം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അപ്പൊ പാചകം പ്രൊഫഷൻ ആക്കിയിട്ടുള്ള ആള്, ഷെഫ് അല്ലെങ്കിൽ കുക്ക് എന്നൊക്കെ പറയുന്ന പദവി, അതാണ് സൂത ശബ്ദം. അപ്പൊ സൂതനായിട്ട് വേഷം മാറിയിട്ട്, അതാണ് സൂതരൂപധരഹ, സൂതരൂപത്തെ ധരിച്ച് ഗൃഹേഗത, രാജാവിന്റെ ഗൃഹത്തിലേക്ക് ചെന്നു. എന്നിട്ടോ ഗുരവേ ഭോക്തുകാമായ പക്വ ആനിന്യേ നരാമിഷം. ഭോക്തുകാമായ ഗുരവേ, ഭുജിക്കുവാൻ വിശന്ന് വന്ന, ഭക്ഷണം കഴിക്കുവാൻ വന്ന ഗുരുവിനായിക്കൊണ്ട്, വസിഷ്ഠനായിക്കൊണ്ട്, നരാമിഷം പക്വ ആനിന്യ. നരാമിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ മാംസം, ആമിഷം മാംസമാണ്, നരാമിഷം മനുഷ്യ മാംസം. അപ്പൊ ഏതോ മനുഷ്യനെ വധിച്ച്, രാക്ഷസനായതുകൊണ്ട് എളുപ്പത്തിൽ സാധിക്കും, അതുകൊണ്ട് ആ നരന്റെ മാംസത്തെ പക്വ പാചകം ചെയ്തിട്ട് നയിച്ചു കൊണ്ടുവന്നു. എന്നുവെച്ചാൽ ഈ വസിഷ്ഠൻ ഗൃഹത്തിൽ അതിഥിയായി വന്നപ്പോൾ സൂതനായിട്ട് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്ത് വിളമ്പുന്നതാരായിരിക്കും? ഈ രാജാവ് തന്നെയായിരിക്കും, സുദാസൻ തന്നെയായിരിക്കും. സെർവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. രാജാവിന്റെ അതിഥിയായിട്ട് ഗുരു തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായി? രാജാവ് ഇദ്ദേഹത്തെ, വസിഷ്ഠനെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. അതാണ് പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യ ഭക്ഷ്യം അഞ്ജസ രാജാനം അസപത്ക്രുദ്ധോ രക്ഷോ ഹ്യേവം ഭവിഷ്യസി. പരിവേക്ഷ്യമാണം ഭഗവാൻ വിലോക്യ ഭക്ഷ്യം അഞ്ജസ രാജാനമസപത്ക്രുദ്ധോ രക്ഷോ ഹ്യേവം ഭവിഷ്യസി. പരിവേക്ഷ്യമാണം, പരിവേക്ഷ്യമാണം പരിവേഷണം ചെയ്യുക എന്ന് പറഞ്ഞാല് വിളമ്പുക എന്നർത്ഥമാണ്, സെർവ് ചെയ്യുക. അപ്പോ പരിവേക്ഷ്യമാണം വിളമ്പിയിരിക്കുന്നത്, വിളമ്പപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. തനിക്ക് വിളമ്പപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഭക്ഷ്യം അത് അഭക്ഷ്യമാണ്, ഭക്ഷിക്കാൻ കൊള്ളാത്തത്. വിലോക്യ അഭക്ഷ്യം അഞ്ജസ, അഭക്ഷ്യം വിലോക്യ, ഭക്ഷിക്കാൻ കൊള്ളരുതാത്ത നരമാംസത്തെ കണ്ടിട്ട് ഭഗവാൻ, ഭഗവാനായ വസിഷ്ഠനെ, ഭഗവാൻ ത്രികാലജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവനാണ് അദ്ദേഹം. അഞ്ജസ, ഉടനെ തന്നെ അല്പം കോപമുണ്ടായി. രാജാനം അശപത് ക്രുദ്ധ. ഇവിടെ ഇത് മാംസം ആണ്, മനുഷ്യമാംസമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പക്ഷെ ആരാണ് ഇതിന് കാരണക്കാരൻ എന്നൊന്നും അറിഞ്ഞില്ല. ഈ ഒരു രാക്ഷസനാണ്, ചതി ചെയ്തതാണെന്നൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് കോപം വന്നു. ആ കോപത്തോടുകൂടെ ക്രുദ്ധനായിട്ട് രാജാനം അശപത്, രാജാവിനെ ശപിച്ചു. എന്താ പറഞ്ഞ്? രക്ഷോഹി ഏവം ഭവിഷ്യസി, ഏവം രക്ഷഃ ഭവിഷ്യതി. നീ ഇപ്രകാരം ചെയ്തതുകൊണ്ട് നീ രക്ഷസായി ഭവിക്കട്ടെ, രാക്ഷസനായി ഭവിക്കട്ടെ. അപ്പൊ നിന്റെ ഈ അഭക്ഷ്യ ഭക്ഷണം നീ എനിക്ക് സമർപ്പിച്ചു, ആ ദോഷം കൊണ്ട് നീ ഒരു രാക്ഷസനായി ഭവിക്കട്ടെ എന്ന് രാജാവിനെ വസിഷ്ഠൻ ശപിച്ചു. പിന്നീട്
രക്ഷകൃതം തദ്വിദിത്വാ ചക്രേ 12 വാർഷികം സോപ്യപോ അഞ്ജലിനാദായ ഗുരും ശബ്ദം സമുദ്യതഃ. വസിഷ്ഠന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇദ്ദേഹം നിരപരാധിയാണ്. രക്ഷകൃതം തദ്വിദിത്വ, തത് രക്ഷകൃതം ഇതി വിദിത്വ. തത് എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി, രക്ഷകൃതം എന്ന് പറഞ്ഞാൽ രക്ഷസിനാൽ കൃതം, ആ രാക്ഷസനാണ് ആ പണി ചെയ്തത്, കള്ളൻ അവനാണ് പറ്റിച്ചത് എന്നറിഞ്ഞിട്ട് ചക്രേ 12 വാർഷികം, 12 വാർഷികം ചക്രേ 12 വർഷമാക്കി ഈ ശാപത്തെ ചുരുക്കി കൊടുത്തു. ആ ജന്മം രാക്ഷസനായിരിക്കാനാണ് ആദ്യം ശപിച്ചതെങ്കിലും പിന്നീട് ഇദ്ദേഹം നിരപരാധിയാണ് എന്നറിഞ്ഞപ്പോ ഏതായാലും ശാപം ശപിച്ചു പോയി, ഇനി അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല, അപ്പൊ അനുഭവിച്ചേ പറ്റൂ. അതൊരു 12 വർഷമാക്കി കൊടുത്തു. 12 വാർഷികം ചക്രേ, 12 വർഷമുള്ള ശാപമാക്കി ലഘൂകരിച്ചു കൊടുത്തു. യോഗമുണ്ട് അദ്ദേഹത്തിനത് അനുഭവിക്കാൻ. അതേ സമയത്ത് ഈ രാജാവും കോപിച്ചു. സുദാസനും കോപിച്ച് സോപി സഹാപി അപഹ അഞ്ജലിന ആദായ, അഞ്ജലിന അപഹ ആദായ, കൈക്കുമ്പിളിൽ വെള്ളമെടുത്തിട്ട് ഗുരും ശപ്തും സമുദ്യത, ഗുരുവിനെ ശപിക്കുവാൻ ഉദ്യമിക്കുന്നവനായി, തിരിച്ച് ഗുരുവിനെയും ശപിക്കാനായിക്കൊണ്ട് കയ്യിൽ വെള്ളമെടുത്തുവാര് ഈ സൗദാസൻ. അപ്പോഴേക്കും നമ്മുടെ മദയന്തി കയ്യിൽ കയറി പിടിച്ചു. അതാണ് വാരിതോ മദയന്ത്യാപഹ രുഷതീഹി പാതയോർജഹൗ ദിശഖം അവനീ സർവം പശ്യൻ ജീവമയം നൃപഃ. വാരിതോ മദയന്ത്യാപോ രുഷതീഹി പാതയോർജഹൗ ദിശഖം അവനീം സർവം പശ്യൻ ജീവമയം നൃപഃ. മദയന്ത്യാ വാരിതഃ നൃപഃ, മദയന്തി എന്ന ഭാര്യയാൽ വാരിതഃ, വാരിതഃ എന്നാണ് നിവാരിതഃ, ഇത് ഈ പ്രവൃത്തിയിൽ നിന്ന് തടസ്സം ചെയ്തു. വസിഷ്ഠനെ ശപിക്കാൻ പാടുള്ളതല്ല, ഗുരുവിനെ ശപിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ഈ ദേവി മദയന്തി ഈ സൗദാസന്റെ കയ്യിൽ പിടിച്ചു എന്ന് പറയാം. അപ്പൊ മദയന്ത്യ വാരിതഃ നൃപഃ ദിശം ഖം, ദിശഃ ഖം അവനീം സർവം ജീവമയം പശ്യന്, ദിക്കുകളെല്ലാം, അതുപോലെ ആകാശം, ഖം എന്നാൽ ആകാശം, അവനി എന്നാൽ ഭൂമി, സർവം എല്ലായിടത്തും ജീവമയം പശ്യൻ, ജീവസ്വരൂപമായി കണ്ടിട്ട് എല്ലായിടത്തും ചൈതന്യമുണ്ട്. അപ്പൊ ആരെയും ഉപദ്രവിക്കരുത്. ഈ ശാപത്തിനായി മന്ത്രം കൊണ്ട് എന്താ പറയുക കൽമഷമാക്കിയതായിട്ടുള്ള ഈ ജലം, വിചാരത്തോടു കൂടിയതായിട്ടുള്ള ഈ ജലം, അതിനി പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ, എവിടെ ഉപേക്ഷിക്കണോ അവിടെയൊക്കെ ജീവചൈതന്യമുള്ളതാണ്, അവിടേക്കൊക്കെ അത് നാശമാണ് ഉണ്ടാക്കുക. ആ വെള്ളം മൊത്തത്തിൽ നാശത്തെ ഉണ്ടാക്കും. വസിഷ്ഠന്റെ നേർക്ക് മാത്രമല്ല, ഭൂമിയിലോ എവിടെയും ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല, എല്ലായിടത്തും ജീവമയമായിട്ട് കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു, ജീവമയം പശ്യന് രുഷതീഹി ആപഹ, ആപഹ എന്ന് പറഞ്ഞാൽ ജലം, ആ വെള്ളത്തെ, അത് രുഷതീഹി എന്ന് പറഞ്ഞാല് ഈ കോപം കൊണ്ടുള്ള തീക്ഷ്ണമായിരിക്കുന്ന ജലം, തിളയ്ക്കുന്ന പോലെയുള്ളതായിട്ടുള്ള ജലമാണ് ഈ ശാപഗ്രസ്തമായിട്ടുള്ള ജലം. ആ തീക്ഷ്ണമായിട്ടുള്ള ജലത്തെ പാദയോഹോ ജഹോ, പാദയോഹോ തന്റെ പാദത്തിൽ തന്നെ അതിനെ ത്യജിച്ചു, ഉപേക്ഷിച്ചു എന്നർത്ഥം. അപ്പൊ പാദങ്ങളിലേക്ക് ആ വെള്ളത്തെ ഇങ്ങോട്ട് സമർപ്പിച്ചു, സ്വന്തം പാദത്തിൽ അർപ്പിച്ചു. അപ്പോ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാലുകൾ എന്താ പറയുക പൊള്ളും പോലെ പൊള്ളി, ആ കറുത്ത കളങ്കമുള്ളതായി കൽമാഷപാദൻ, കൽമാഷാംഗിരി എന്നൊക്കെ അദ്ദേഹത്തിന് പേരുണ്ടായത്. ഈ ശാപജലം, സ്വന്തം ശാപജലം അദ്ദേഹത്തിന്റെ കാലിൽ തന്നെ അദ്ദേഹം ഒഴിച്ചതുകൊണ്ട് കാലിന് നിറവ്യത്യാസം ഉണ്ടായി. ആ പാപത്തിന്റെ ഒരു പ്രതീകമായിട്ട് കറുത്ത് വികൃതമായി. അതുകൊണ്ട് കൽമാഷപാദൻ എന്നും. അതുപോലെ ഭാര്യയുടെ വാക്ക് അനുസരിച്ച് മറ്റുള്ളവർക്കൊന്നും ഉപദ്രവം ചെയ്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് മിത്രസഹൻ എന്ന് പേരുണ്ടായത്. എല്ലാവർക്കും മിത്രമായി പ്രവർത്തിക്കുന്ന ആ ഭാര്യയോട് കൂടിയവൻ, നല്ല ഭാര്യയോട് കൂടിയവൻ. തന്റെ മിത്രമായ ഭാര്യ തനിക്ക് എന്തുപദേശിച്ചോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവളോടുകൂടി ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്
മിത്രസഹൻ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടായി. വാരിതോ മതയന്ത്യാപഹ രുഷതീ പാദയോർജഹൗ ദിശഖം അവനീം സർവം പശ്യൻ ജീവമയം നൃപഃ രാക്ഷസം ഭാവമാപന്നഃ പാദേ കൽമാശതാം ഗതഃ വ്യവായ കാലേ ദദൃശേ വനൗ കോദമ്പതീ ദ്വിജൗ രാക്ഷസം ഭാവമാപന്നഃ പാദേ കൽമാശതാം ഗതഃ വ്യവായ കാലേ ദദൃശേ വനൗ കോദമ്പതീ ദ്വിജൗ രാക്ഷസം ഭാവം ആപന്നഃ. അങ്ങനെ വസിഷ്ഠന്റെ ശാപം കൊണ്ട് രാക്ഷസഭാവത്തെ പ്രാപിച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ കാലുകളോ പാദേ കൽമാശതാം ഗതഃ, പാദത്തിൽ കൽമാശതയെ പ്രാപിച്ചു. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, കറുപ്പ് നിറം പടർന്നതായിട്ടുള്ള ഒരു വികൃതമായ രൂപമായി മാറി. ആ ശാപവെള്ളം ഒഴിച്ചതുകൊണ്ട്, ശാപോദകം പതിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാദങ്ങൾ മാത്രം കറുത്തു. അങ്ങനെ പാദേ കൽമാശതാം ഗതഃ, അദ്ദേഹം അതുകൊണ്ട് കൽമാശപാദൻ എന്നറിയപ്പെട്ടു. അങ്ങനെ രാക്ഷസനായി സഞ്ചരിക്കുന്ന അദ്ദേഹം വ്യവായകാലേ ദദൃശേ വനൗകോ ദമ്പതി ദ്വിജൗ. വനൗകഃ എന്ന് പറഞ്ഞാൽ വനവാസി. ദമ്പതികളായിരിക്കുന്ന ദ്വിജൗ, ദ്വിജ ദമ്പതികൾ ബ്രാഹ്മണരായിരിക്കാം, എന്താ പറയുക, വൈശ്യരായിരിക്കാം, ക്ഷത്രിയരായിരിക്കാം. എന്തായാലും ദ്വിജ ശബ്ദം കൊണ്ട് ഈ സംസ്കാരമുള്ള ഉപനയനാദി സംസ്കാരങ്ങൾ ചെയ്തിട്ടുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരൊക്കെ ദ്വിജന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ദ്വിജന്മാരായിരിക്കുന്ന ഒരു ദമ്പതി എന്നുള്ളത് ദ്വിവചനമാണ്, ഭാര്യ ഭർത്ത എന്നുള്ള അർത്ഥത്തില്. വനൗകസുകൾ, വനവാസികളായിട്ടുള്ള ദമ്പതികളെ ദദൃശേ, എന്തായിട്ട് ദദൃശേ, വ്യവായകാലേ. വ്യവായകാലം എന്ന് പറഞ്ഞാൽ അവർ തമ്മില്, വ്യവായം എന്ന് പറഞ്ഞാൽ മൈഥുനം. അപ്പോ വ്യവായകാലേ ദദൃശേ വനൗകോ ദമ്പതി ദ്വിജോ. വനവാസികളായിട്ടുള്ള രണ്ട് ദ്വിജ ദമ്പതികൾ വ്യവായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, അഥവാ മൈഥുനധർമ്മത്തിൽ, ശൃംഗാരഭാവത്തിൽ ഭാര്യാഭർത്തൃ ലീലകൾ ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ കണ്ടപ്പോഴോ വിശപ്പുണ്ട് ഈ കൽമാശപാതന്. അതുകൊണ്ട് ക്ഷുധാർത്തോ ജഗൃഹേ വിപ്രം തൽപത്ന്യാഹ അകൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാത് ഇക്ഷ്വാകൂണം മഹാരഥഃ മതയന്ത്യാഹ പതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായാഹ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥതഃ ക്ഷുധാർത്തോ ജഗൃഹേ വിപ്രം തൽപത്ന്യാഹ കൃതാർത്ഥവത് ന ഭവാൻ രാക്ഷസ സാക്ഷാത് ഇക്ഷ്വാകൂണം മഹാരഥഃ മതയന്ത്യാഃ പതിർവീര നാധർമ്മം കർത്തുമർഹസി ദേഹി മേ അപത്യകാമായാഹ അകൃതാർത്ഥം പതിം ദ്വിജം ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യാഖിലാർത്ഥതഃ ക്ഷുധാർത്തഃ ജഗൃഹേ വിപ്രം. ക്ഷുധാർത്തഃ വിശപ്പ് കൊണ്ട് അർത്ഥനായിട്ട്, കണ്ണു കാണാത്തവനായിട്ട്, നല്ല വിശപ്പ് രാക്ഷസായിട്ടുള്ള ഈ കൽമാശപാതന്. അപ്പൊ വിപ്രം ജഗൃഹേ, വിപ്രനാണ്, ബ്രാഹ്മണനാണ്. ദമ്പതികളിൽ പുരുഷനെ പിടിച്ചു. രണ്ടുപേരും കൂടി വ്യവായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് വേർപെടുത്തി ഭർത്താവിനെ മാത്രം കൈക്കലാക്കി പിടിച്ചു ഭക്ഷിക്കാനായിക്കൊണ്ട് ആരംഭിക്കുന്നു. അപ്പോ തൽപത്നി ആഹ അകൃതാർത്ഥവത്. തൽപത്നി, ആ ബ്രാഹ്മണന്റെ പത്നി പറഞ്ഞു, ആഹ അകൃതാർത്ഥവത്. അകൃതാർത്ഥവത് എന്ന് പറഞ്ഞാൽ ദീനയായിട്ട്, കൃതാർത്ഥയല്ലാതെ എന്ന് വെച്ചാൽ അവൾക്ക് ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് നഷ്ടം ആണ് സംഭവിക്കുന്നത്. അപ്പോ അതിൽ ദുഃഖിതയാണ് അവൾ. അതുകൊണ്ട് ദീനയായിട്ട് എന്നർത്ഥം. അപ്പൊ ദീനയായിട്ട് അവൾ ഇങ്ങനെ അപേക്ഷിച്ചു, ആഹാ ന ഭവാൻ രാക്ഷസഃ
സാക്ഷാദിക്ഷ്വാഗുണം മഹാരഥ. അദ്ദേഹത്തെ നല്ല വാക്ക് പറഞ്ഞ് അങ്ങ് രാക്ഷസനല്ല, അങ്ങ് ഇതുപോലെയുള്ള മനുഷ്യരെ പിടിച്ച് തിന്നരുത്, അങ്ങയെ ഒന്ന് ഓർമ്മിക്കൂ, അങ്ങ് ആരാണെന്നൊന്ന് ഓർമ്മിക്കൂ എന്നൊക്കെ പറഞ്ഞു നോക്കണം. ന ഭവാൻ രാക്ഷസഃ, ഭവാൻ രാക്ഷസഃ ന, അങ്ങ് രാക്ഷസനല്ല. സാക്ഷാത് ഇക്ഷ്വാകൂണാം മഹാരഥഃ, ഇക്ഷ്വാകു വംശത്തിലുള്ള ഒരു മഹാരഥനായ രാജാവാണ് അങ്ങ്, ഓർമ്മിക്കൂ, അങ്ങ് രാക്ഷസ സ്വഭാവം കാണിക്കരുത്. മദയന്ത്യാ പതിഹി വീര, ഹേ വീര, ത്വം മദയന്ത്യാഹ പതിഹി, ആ മദയന്തി എന്ന ശ്രേഷ്ഠയായ സ്ത്രീയുടെ ഭർത്താവാകുന്നു, മദയന്തീപതിയാകുന്നു. ഓർമ്മിക്കാൻ വേണ്ടി ഐഡന്റിഫിക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഓർമ്മയില്ല, ബോധവുമില്ല. നാ അധർമ്മം കർത്തും അർഹസി, ഇത്രയും വലിയ അധർമ്മം നീ ചെയ്യാൻ പാടുള്ളതല്ല. ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികളായിരിക്കുമ്പോൾ അതിലൊന്നിനെ ഉപദ്രവിക്കുന്നത് ഏത് ജന്തുക്കളെയും ചെയ്യാൻ പാടുള്ളതല്ല, മനുഷ്യരെ ഒട്ടും ചെയ്യാൻ പാടുള്ളതല്ല. അതുകൊണ്ട് വലിയ അധർമ്മമാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല. ദേഹിമേ അപത്യകാമായാഹ അകൃതാർത്ഥം പതിം ദ്വിജം, അപത്യകാമായാഹ മേ, ഞാൻ അപത്യകാമയാണ്. അപത്യകാമ സന്തതികളെ കാമിക്കുന്നവൾ. അപ്പൊ സന്താനം കൊതിക്കുന്നവളാണ് ഞാൻ. ആ സന്തതി ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അപത്യകാമായാഹ മേ അകൃതാർത്ഥം ദ്വിജം പതിം ദേഹി. അകൃതാർത്ഥനായ, ചെയ്യേണ്ടത് ചെയ്ത് തൃപ്തനായിട്ടില്ല അദ്ദേഹം മുക്തനായിട്ടില്ല. അദ്ദേഹം സാധാരണ സംസാരിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ സംഭവങ്ങളൊക്കെ അനുഭവിക്കാനുള്ളതായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഭാര്യാസുഖം അനുഭവിച്ച് മതിയായിട്ടില്ല, സന്തതി സൗഖ്യം അനുഭവിച്ചിട്ടില്ല, ജീവിത സൗഖ്യങ്ങൾ ഒന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അകൃതാർത്ഥരാണ്. അപ്പൊ എന്റെ ഭർത്താവ് ബ്രാഹ്മണനാണ് അദ്ദേഹം. ഞാൻ വേറെ ആരെയും വഴിതെറ്റിപ്പോയിട്ടൊന്നുമില്ല, ഞാൻ വ്യഭിചാരിണിയൊന്നുമല്ല, എന്റെ പതി തന്നെയാണ്, അത് ബ്രാഹ്മണൻ തന്നെയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ അപത്യകാമയായ എനിക്ക് നൽകിയാലും ഈ മനുഷ്യ ശരീരം എന്നുള്ളത് വളരെ വിലപിടിച്ചതാണ്. ദേഹോയം മാനുഷോ രാജൻ പുരുഷസ്യ അഖിലാർത്ഥതഃ. അയം മാനുഷഃ ദേഹ, ഈ മനുഷ്യ ശരീരമുണ്ടല്ലോ, അത് പുരുഷസ്യ, ഓരോ മനുഷ്യർക്കും അഖിലാർത്ഥതഃ, അഖില അർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നതാണ്, സകല പുരുഷാർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നതാണ്. ഞങ്ങൾ അതിൽ പുരുഷാർത്ഥങ്ങൾ ഒന്നും അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങള് അർത്ഥകാമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്താ പറയുക, മോക്ഷം എന്നുള്ള പുരുഷാർത്ഥം ഇനിയും നേടാൻ കിടക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശേഷപ്പെട്ടതായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുവാണ് ഈ മനുഷ്യ ശരീരം. ഇതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ ഇച്ഛാഭംഗം വരുത്തി ഞങ്ങളെ പാതി വഴിയിൽ വെച്ച് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാൻ ഇടയാക്കരുത്, നിരാശരാക്കരുത് ഞങ്ങളെ. അതുകൊണ്ട് ഈ ദേഹം വിട്ടുതരണം. ഈ ദേഹം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പുരുഷാർത്ഥങ്ങൾ സാധിക്കുകയുള്ളൂ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം, അല്ലേ? ശരീരമാണ് നമുക്ക് ധർമ്മം സാധിക്കാനുള്ള ആദ്യത്തെ ഉപകരണം. ഇതില്ലെങ്കിൽ വേറെ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ ഭർത്താവിനെ വിട്ടുതരൂ, ഞങ്ങൾ കൃതകൃത്യരാവട്ടെ, ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കട്ടെ, ഞങ്ങൾക്ക് സന്തതികൾ ഉണ്ടാവട്ടെ, എന്നിട്ട് ഞങ്ങൾ മോക്ഷമാർഗത്തിലേക്ക് പ്രവർത്തിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ മുക്തരായി തീരട്ടെ, എന്നിട്ട് ദേഹമാണെങ്കിൽ തരാം. പക്ഷെ അദ്ദേഹത്തിന്റെ വിശപ്പ് അദ്ദേഹത്തെ കണ്ണു കാണാത്തവനാക്കിയിരുന്നു. രാക്ഷസ സ്വഭാവം അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയില്ല. വീണ്ടും ആ സ്ത്രീ അഭ്യർത്ഥിക്കുകയാണ്. തസ്മാദസ്യ വധോ വീര സർവാർത്ഥവദ ഉച്യത്തെ യേഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ തപശീല ഗുണാൻവിദഃ. തസ്മാദസ്യ വധോ വീര സർവാർത്ഥവദ ഉച്യത്തെ യേഷ ഹി ബ്രാഹ്മണോ വിദ്വാൻ തപശീല ഗുണാൻവിതഃ. തസ്മാത് വീര അസ്യ വധഃ സർവാർത്ഥവദഃ ഉച്യത്തെ. അതുകൊണ്ട് അല്ലയോ വീരനായ സൗദാസ, അസ്യ വധഃ, ഇദ്ദേഹത്തിന്റെ വധം, ഈ ബ്രാഹ്മണന്റെ വധം അല്ലെങ്കിൽ ഈ ശരീരത്തിന്റെ വധം സർവാർത്ഥവദഃ ഉച്യത്തെ. ഈ ശരീരത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സർവ്വ അർത്ഥങ്ങളെയും നശിപ്പിച്ചു, സർവപുരുഷാർത്ഥങ്ങളും സാധ്യമല്ലാതെയാക്കി. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ 4 പുരുഷാർത്ഥങ്ങളുടെയും നാശമാണ് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വ്യർത്ഥമായി പോവുകയാണ്. നേടേണ്ടതൊന്നും നേടാത്ത
അപൂർണമായിട്ടുള്ള ഒരു ജീവിതമായി മാറുന്നു. അപ്പൊ സർവാർത്ഥപദമായി പറയപ്പെടുന്നു, ഏഷഃ ബ്രാഹ്മണ വിദ്വാൻ. ഇദ്ദേഹം വേദമെല്ലാം അറിയുന്ന ബ്രാഹ്മണനാണ്, പണ്ഡിതനാണ്, വിദ്വാനാണ്. തപശീല ഗുണാന്വിത, സ്വധർമാനുഷ്ഠാനമാകുന്ന തപസ്സും സദാചാരമാകുന്ന ശീലവും മറ്റ് നല്ല സത്വഗുണവും അത്യാവശ്യം വേണ്ട ഗുണങ്ങളെല്ലാം ഉള്ളവനാണ്. നല്ലൊരു ഗൃഹസ്ഥനാണ് അദ്ദേഹം. ഗൃഹസ്ഥന് വേണ്ടതായിട്ടുള്ള തപസ്സും ശീലവും എല്ലാമുള്ള വിദ്വാനായിട്ടുള്ള ബ്രാഹ്മണനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, വധിക്കരുത്, വധിച്ചാൽ ഞങ്ങളുടെ സർവസ്വനാശമാണ് എന്നിങ്ങനെ അഭ്യർത്ഥിച്ചു. ആരിരാധയേഷുർബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഃ സോയം ബ്രഹ്മർഷിവര്യസ്തേ രാജർഷി പ്രവരാദ് വിഭോ കഥമർഹതി ധർമ്മജ്ഞാവതം പിതുരിവാത്മജഃ തസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിനഃ കഥം വദം യഥാ ബഭ്രോഃ മന്യത്തെ സന്മതോ ഭവാൻ. ഇങ്ങനെ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ആരിരാധയേഷുർ ബ്രഹ്മ മഹാപുരുഷ സംജ്ഞിതം സർവഭൂതാത്മഭാവേന ഭൂതേഷു അന്തർഹിതം ഗുണൈഃ. ഇവൻ ആരിരാധയിഷു ആരാധിതും ഇച്ഛു, ആരാധന ചെയ്യുവാൻ ഇച്ഛിക്കുന്നവനാണ്. ആരെ ആരാധിക്കുവാൻ? ബ്രഹ്മത്തെ, പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമകാരണമായ വസ്തുവിനെ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. എങ്ങനെയുള്ളതാണ് ഈ ബ്രഹ്മ? ഗുണൈഹി ഭൂതേഷു അന്തർഹിതം മഹാപുരുഷ സംജ്ഞിതം ബ്രഹ്മ. ഗുണൈഹി, ഗുണങ്ങളാൽ, സത്വം രജസ് തമസ് മുതലായ ഗുണങ്ങളെ കൊണ്ട് ഭൂതേഷു അന്തർഹിതം, ഭൂതങ്ങളിൽ മറയപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ എല്ലാറ്റിലും, എല്ലാ ഭൂതങ്ങളാലും എല്ലാ ഗുണങ്ങളാലും മറയ്ക്കപ്പെട്ടിരിക്കുന്നതും ഭൂതേഷു അന്തർഹിതം മഹാപുരുഷ സംജ്ഞിതം, മഹാപുരുഷൻ എന്ന സംജ്ഞയോടുകൂടിയതും ആയിട്ടുള്ള ബ്രഹ്മത്തെ എങ്ങനെയാണ് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നത്? സർവഭൂതാത്മഭാവേന ആരിരാധയിഷു, സർവഭൂതങ്ങളിലും ആത്മാവെന്ന ഭാവത്തോടുകൂടി ആരാധിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഇദ്ദേഹം. എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന വാസുദേവ സർവമിതി എന്ന ഭാവേന ആ ബ്രഹ്മത്തെ, മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മത്തെ സർവഭൂതാത്മഭാവത്താൽ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനാണ്. സ്വയം ബ്രഹ്മർഷിവര്യസ്തേ രാജർഷി പ്രവരാദ്വിപോ കഥമർഹതി ധർമ്മജ്ഞ വധം പിതുരിവാത്മജഃ. സഹായം ബ്രഹ്മർഷിവര്യഃ, ഇദ്ദേഹം ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. ജ്ഞാനം ഉള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ വേദജ്ഞാനമൊക്കെ ഉള്ളതായിട്ടുള്ളൊരു ബ്രാഹ്മണോത്തമനാണ്. ബ്രഹ്മർഷിവര്യഃ. ഹേ വിഭോ, രാജർഷി പ്രവരാത് തേ വധം കഥമർഹതി. രാജർഷി പ്രവരനായ അങ്ങയിൽ നിന്ന് ഇദ്ദേഹം വധത്തെ എങ്ങനെ അർഹിക്കുന്നു? അങ്ങ് രാജർഷിയാണ്. രാജർഷിമാര് ബ്രഹ്മർഷിമാരെ വധിക്കാറുണ്ടോ? ബ്രഹ്മഹത്യാ പാപമല്ലേ? ചെയ്യാൻ പാടുള്ളതാണോ? ഒരു രാജർഷിമാരും ചെയ്യില്ലല്ലോ. അങ്ങ് രാജർഷിയാണ്, ഇവൻ ബ്രഹ്മർഷിയാണ്. അപ്പൊ രാജർഷി പ്രവരാതത്തെ വധം കഥമർഹതി, എങ്ങനെ വധം അർഹിക്കുന്നു? ഏതുപോലെ? ഹേ ധർമ്മജ്ഞ, അങ്ങ് ധർമ്മം അറിയുന്ന ആളല്ലേ. പിതുഹോ ആത്മജഃ ഇവ, പിതാവിൽ നിന്ന് പുത്രൻ വധമർഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും പിതാവ് പുത്രന്മാരെ വധിക്കുമോ? അതാണോ ധർമ്മം? പിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പുത്രനെ രക്ഷിക്കേണ്ടവനാണ്, അല്ലേ? അപ്പൊ രക്ഷിക്കേണ്ട ആള് വധിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് വലിയ അധർമ്മമാണ്. അതുപോലെ ബ്രാഹ്മണർ ക്ഷത്രിയരാൽ രക്ഷിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ രക്ഷകൻ അഥവാ പിതാവിന്റെ സ്ഥാനമാണ് രാജാവിന്. എല്ലാവരും പ്രജകളാണ്, അല്ലേ? പ്രജ എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത മൂഢജനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. പ്രജ എന്ന് പറഞ്ഞാല് മക്കൾ എന്നാണ് അർത്ഥം. ഒരു ഭരണാധികാരിക്ക്, അല്ലെങ്കിൽ ഒരു രാജാവിന്, അല്ലെങ്കിൽ
അതുപോലെയുള്ള ആളുകൾക്ക് സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കേണ്ടവരാണ് പ്രജ. അല്ലാതെ പ്രജ എന്ന് പറഞ്ഞാൽ അടിമ എന്ന് എവിടെയെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഏതെങ്കിലും ഡിക്ഷണറിയിൽ പ്രജ എന്ന് പറഞ്ഞാൽ അടിമ എന്ന അർത്ഥമുണ്ടോ? നമ്മുടെ നമ്മുടെ തൃശ്ശൂർ ജയിച്ച MP സുരേഷ് ഗോപി, അദ്ദേഹം ജയിച്ചപ്പോൾ ആ സന്തോഷ വികാരാധീനനായി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രജകളാണ് എന്റെ ദൈവം എന്ന്. ഇതാണിപ്പോ ഏറ്റവും വലിയ എന്താ പറയുക, അദ്ദേഹം എന്തോ വലിയ രാജാവ് എന്നുള്ള മട്ടില് പ്രജകള് എന്നുള്ള അർത്ഥം അടിമകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് എന്ന മട്ടിലാണ് ഇന്നത്തെ എന്താ പറയുക മാധ്യമ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പ്രജ എന്ന് പറഞ്ഞാൽ എന്തോ ചീത്ത വാക്കായിട്ടാണ് ഈ മൂഢജനങ്ങള് കരുതിയിരിക്കണം. അവർ എവിടുന്നാണ് ഈ ഭാഷയൊക്കെ പഠിച്ചതെന്നറിയില്ല. പ്രജ, ഇവിടെ തമിഴ്നാട്ടിൽ മക്കൾ എന്ന് പറയുന്നു, പ്രജ തന്നെ അർത്ഥം. അപ്പോ നമ്മുടെ ജയലളിതയും MGRും ഒക്കെ മക്കൾ മക്കൾ എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ തെറി വിളിക്കുവോ? ഇപ്പോ അദ്ദേഹം സ്റ്റാലിനും വിളിക്കുന്നുണ്ടാവും പ്രജകളെ, മക്കളെ, അൻപ് കൂറിയ പെരുമക്കളെ. കരുണാനിധി വിളിച്ചോണ്ടേ ഇരുന്ന അതാണ്. കരുണാനിധി പ്രജകളെ മുഴുവൻ വിളിച്ചിരുന്നത് മക്കളെ എന്ന് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഇപ്പൊ മകനും വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധമാണ് വാസ്തവത്തിൽ ഭരണാധികാരികളും അവിടുത്തെ പ്രജകളും തമ്മിലുള്ള ബന്ധം. അല്ലാതെ അടിമയും ഉടമയും അല്ല. രാജാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചാട്ടവാറുകൊണ്ട് അടിക്കുന്നവനും പ്രജകൾ എന്ന് പറഞ്ഞാൽ ചാട്ടവാറടി കൊണ്ട് കാൽക്കീഴിൽ കിടക്കുന്നവരും എന്നുള്ളതായിട്ടുള്ള മൂഢധാരണ വിദേശത്ത് നിന്ന് വന്നതാണ്. ഈ വൈദേശിക എന്താ പറയുക ബുദ്ധിയാണ്, ചിന്താഗതിയാണ് നമ്മുടെ ഇവിടെയുള്ള പണ്ഡിതന്മാർക്കൊക്കെ ഉള്ളത്. അവര് ഭാരതീയമായിട്ടുള്ള ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല. എന്താ പറയുക, കുറെ ട്രോളുകൾ അദ്ദേഹത്തെ ഇതാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് കേട്ടു. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിങ്ങളെങ്കിലും പ്രജ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വന്തം മക്കളെ വിളിക്കുന്ന പേരാണ് പ്രജ എന്ന്. പ്രകർഷേണ ജായതേ, പ്രകർഷേണ ജായതേ, നല്ലതുപോലെ ജനിച്ചവർ, സ്വയം മക്കളായി ഭവിച്ചവർ എന്നാണ് അർത്ഥം. അപ്പൊ പിതാവ് ആത്മജനെ വധിക്കുമോ? അതുപോലെയാണ് ഒരു രാജർഷി ഒരു ബ്രഹ്മർഷിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ, രക്ഷിക്കേണ്ടടുത്ത് വധിക്കുക എന്നുള്ളത് വലിയ പാപമാണ്, അധർമ്മമാണ് എന്ന് പറയണം. കഥം വധമർഹസി വധമർഹതി തസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിനഃ കഥം വധം യഥാ ബഭ്രോഹോ മന്യത്തെ സന്മതോ ഭവാൻ. തസ്യ സാധോരപാപസ്യ ഭ്രൂണസ്യ ബ്രഹ്മവാദിനഃ കഥം വധം യഥാ ബഭ്രോഹോ മന്യത്തെ സന്മതോ ഭവാൻ. അപ്പൊ തസ്യ സാധോഹോ അപാപസ്യ, അപാപൻ എന്ന് പറഞ്ഞാൽ പാപരഹിതനായിരിക്കുന്നവനും സാധുവുമാണ് അദ്ദേഹം, സദാചാരമുള്ളവനാണ്. അതുപോലെ ഭ്രൂണസ്യ, ഭ്രൂണൻ എന്ന് പറഞ്ഞാല് വേദങ്ങൾ എല്ലാം വേണ്ട പോലെ അധ്യയനം ചെയ്ത് വേണ്ട എല്ലാം ഗർഭത്തിൽ ധരിച്ചിരിക്കുന്നവൻ, ഉള്ളിൽ അറിവുള്ളവൻ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ അധ്യയനാദി സമ്പന്നൻ, ധാരാളം ജ്ഞാനമുള്ളവൻ, അറിവ് സമ്പാദിച്ചിട്ടുള്ളവൻ, അങ്ങനെയുള്ള ബ്രഹ്മവാദിനഃ, ബ്രഹ്മവാദി വേദം പറയുന്നവൻ, വേദം ഉപദേശിക്കാൻ ശക്തനായിരിക്കുന്നവൻ, സമർത്ഥനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള സാധുവായ തസ്യ വധം, അവന്റെ വധം, ബബ്രോഹോ വധമിവ, ബബ്രു എന്ന് പറഞ്ഞാൽ പശു, ഒരു പശുവിന്റെ ധേനുവിന്റെ വധം എന്ന പോലെ ബബ്രോഹോ വധം ഇവ സന്മതഃ ഭവാൻ കഥം മന്യതേ. സന്മതഃ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളാൽ മാനിക്കപ്പെടുന്നവനാണ് ഭവാൻ. സദ്ഭിഹി മതഃ സമ്മതഃ സന്മതഃ, നന്നായി മാനിക്കപ്പെടുന്ന യോഗ്യനായിട്ടുള്ള ഭവാൻ കഥം മന്യതേ, എങ്ങനെ വിചാരിക്കുന്നു? ഒരു പശുവിനെ കൊല്ലാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അല്ലേ, നമ്മുടെ എന്തോ ഗോവധത്തിനെ കുറിച്ച് വിവാദം ഉണ്ടായിരുന്നപ്പോ നടു റോഡിൽ വെച്ച് ചില രാഷ്ട്രീയക്കാര് പശുക്കുട്ടിയെ വെട്ടിക്കൊന്ന കഥ അടുത്ത കാലത്താണ് കണ്ണൂരിൽ ഉണ്ടായത്. ഹായ്,
ഇപ്പോ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരില് നമ്മുടെ അണ്ണാമലൈ എന്ന് പറഞ്ഞ ആള് തോറ്റു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രതീകമാക്കിക്കൊണ്ട്, കാരണം അദ്ദേഹം ആട് വളർത്തുന്ന ആളാണ്, IPS കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ കൃഷിക്കാരനാണ്. അപ്പൊ ആടിനെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ആടിനെ എടുത്തുകൊണ്ടുള്ള ഫോട്ടോ ഒക്കെ അദ്ദേഹത്തിന്റെ ആൽബങ്ങളിലുണ്ട്. അപ്പോ അദ്ദേഹത്തിന് അവിടെയുള്ള എതിരാളികൾ ആട് എന്ന് തന്നെ പേരിട്ടു. അണ്ണാമലയെ വിളിക്കുന്നത് ആട് എന്ന്. അണ്ണാമല എത്ര നല്ല പേരാണ്. അണ്ണാമലൈ എന്ന് പറഞ്ഞാല് തിരുവണ്ണാമലയിലെ ഭഗവാന്റെ പേരാണ്. അണ്ണാൻ എന്ന് പറഞ്ഞാൽ അണ്ണുക എന്ന് പറഞ്ഞാല് അടുക്കുക, പ്രാപിക്കുക എന്നൊക്കെ അർത്ഥമാണ്. അതിന്റെ ഓപ്പോസിറ്റാണ് അണ്ണാ. നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റാത്തത് മലൈ, ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത മലയാണ് അണ്ണാമലൈ, അടുക്കാൻ പറ്റാത്ത മല. അണ്ടുക എന്ന് നമ്മൾ പറയും, മലയാളത്തിലും പറയും, തമിഴിൽ നിന്ന് വന്ന പദമാണ് അണ്ടുക. അപ്പൊ അണ്ടാൻ പറ്റാത്ത അഥവാ അണ്ണാൻ പറ്റാത്ത മല, യു കനോട്ട് കോൺകർ ദാറ്റ് ഹിൽ, ദാറ്റ് മൗണ്ട് വിച്ച് ഈസ് അണ്ണാമലൈ. സാക്ഷാൽ ശിവനാണ്. എങ്ങനെയാ പേര് വന്നത്? ബ്രഹ്മദേവൻ ഹംസമായി മുകളിലേക്കും പോയി, വിഷ്ണു വരാഹമായി താഴേക്കും പോയി, ആ ജ്യോതിസിന്റെ ആദിയും അന്തവും കാണാനായിക്കൊണ്ട്, അല്ലേ? രണ്ടുപേരും എന്താ പറയുക, അണ്ണാൻ കഴിഞ്ഞു. അവർക്ക് അണ്ണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ പ്രാപിക്കാൻ കഴിഞ്ഞുവോ? അറ്റം കാണാൻ പറ്റിയോ? അവർക്ക് അണ്ടാൻ പറ്റിയില്ല. നമ്മുടെ മലയാളികളുടെ ഭാഷയിൽ അണ്ടിയിട്ടില്ല അവര്. അതുകൊണ്ടാണ് അതിന് അണ്ണാമലൈ എന്ന് പറയുന്നത്. ദേവിയുടെ അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതീദേവിയുടെ പേര് തിരുവണ്ണാമലയില് ഉണ്ണാമുലൈ എന്നാണ്. ഉണ്ണാമുലൈ എന്ന് പറഞ്ഞാലോ, അവളുടെ മുല ആരും ഇതുവരെ ഉണ്ടിട്ടില്ല. ഉണ്ണാത്ത മുലയോട് കൂടിയവൾ അപീത കുചാമ്പാൾ എന്ന് തമിഴില്, സംസ്കൃതത്തില് അപീത കുചാമ്പാൾ. അമ്പാൾ എന്നുള്ളത് തമിഴ് വാക്കാണ്. അമ്പ, അപീത കുചാമ്പ. അപീതം ന പീതം, കുടിച്ചിട്ടില്ല ആരും. എന്ത് കുചം? അവളുടെ സ്തന്യം എന്ന് വെച്ചാൽ കന്യക എന്നുള്ള അർത്ഥം കൂടിയാണ്. കന്യക എന്നല്ല, വിവാഹിതയാണ്, പക്ഷെ ഇതുവരെ അവളുടെ സ്തന്യം ആരും കുടിച്ചിട്ടില്ല. ആ ഒരു ഭാവമാണ് ഉണ്ണാമുലൈ ദേവി. അണ്ണാമലൈ, അരുണാചലേശ്വരൻ. അപ്പോൾ അതിന് നല്ലൊരു പേരൊക്കെ മാറ്റി ആട് എന്നൊക്കെ ആക്കിയിട്ട് അതിന്റെ പ്രതീകമായിട്ട് നാട് റോട്ടിലിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം വളരെ ക്രൂരമായിട്ട് വെട്ടി കൊല്ലുന്ന രംഗമൊക്കെ വീഡിയോകളുണ്ട്. കാണാൻ വയ്യ, കണ്ടില്ലേ? അത്രയും ഭയാനകം. മനുഷ്യരാണ് അവരൊക്കെ. ഇവിടെ പശുവിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞതാണ്. കഥം വധം യഥാ ബബ്രോഹോ മന്യത്തെ സന്മതോ ഭവാൻ. സജ്ജനങ്ങൾക്ക് മതനായിരിക്കുന്ന അങ്ങ് എങ്ങനെ ഒരു പശുവിനെ കൊല്ലുന്നത് സമ്മതമാണോ അങ്ങേക്ക്? അതുപോലെയല്ലേ ഈ ബ്രാഹ്മണോത്തമനെ, ഒരു രാജർഷിയായിരിക്കുന്ന അങ്ങ് വധിക്കുന്നത്? അത് അങ്ങേക്ക് സമ്മതമായിട്ടുള്ള കാര്യമാണോ? മന്യതേ യഥാ മന്യതേ കഥം മന്യതേ, ഹൗ ക്യാൻ യു തിങ്ക് ഓഫ് ഇറ്റ് എന്നാണ് ചോദ്യം. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമോ? യദ്യയം ക്രിയതേ ഭക്ഷഃ തർഹി മാം ഘാതപൂർവതഃ ന ജീവിഷ്യേ വിനായേന ക്ഷണം ച മൃതകം യഥാ. യദ്യയം ക്രിയതേ ഭക്ഷഃ തർഹി മാം ഘാതപൂർവതഃ ന ജീവിഷ്യേ വിനായേന ക്ഷണം ച മൃതകം യഥാ. ഏന വിനാ ക്ഷണം ന ജീവിഷ്യേ. ഏതൊരുവനെ കൂടാതെ ഒരു ക്ഷണനേരം പോലും ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ. അയം ഭക്ഷഃ യദി ക്രിയത്തെ. ഇവനെ ഭക്ഷണമാക്കി ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇവനെ നീ ഭക്ഷിക്കുന്നുവെങ്കിൽ, മൃതകം യഥാ മാം പൂർവതഃ ഗാത. മൃതകം യഥാ, മരിച്ചതിന് തുല്യായിരിക്കുന്ന, ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരിക്കുന്ന ശവതുല്യായിരിക്കുന്ന മാം, എന്നെ പൂർവതഃ ഗാത, ആദ്യം തിന്നു. അപ്പൊ എന്നെ ആദ്യം തിന്നിട്ട് മതി എന്റെ ഭർത്താവിനെ ഭക്ഷിക്കുക.
അങ്ങക്ക് വിശപ്പുണ്ട്, അങ്ങ് ഭക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണു, ഞാൻ ഇത്രയൊക്കെ ദീനയായി അപേക്ഷിച്ചിട്ടും അങ്ങക്ക് അലിയുന്നില്ലെങ്കിൽ, അങ്ങ് അദ്ദേഹത്തെ തിന്നാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ ആദ്യം എന്നെ തിന്ന് വിശപ്പടങ്ങുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഭക്ഷിക്കൂ എന്ന് സ്വയം തന്റെ ശരീരത്തെ സമർപ്പിക്കാൻ അവൾ തയ്യാറായി. പക്ഷേ ഏവം കരുണഭാഷിന്യാ വിലപന്ത്യ അനാഥവത് വ്യാഘ്രപശുമിവാഘാതത് സൗദാസശാപമോഹിതഃ. ഏവം കരുണഭാഷിന്യാ വിലപന്ത്യ അനാഥവത് വ്യാഘ്രഃ പശുമിവാഘാതത് സൗദാസഃ ശാപമോഹിതഃ. ഏവം കരുണഭാഷിന്യാഹ, ഇപ്രകാരം കരുണയായി ദീനയായി ഭാഷിക്കുന്നവളും അപേക്ഷിക്കുന്നവളും അനാഥവത് വിലപന്ത്യാഹ, വേറൊരു നാഥനില്ലാതെ നാഥനായി രാജാവായി രക്ഷകനായി അദ്ദേഹത്തോട് തന്നെ അപേക്ഷിക്കുകയാണ്. അങ്ങനെ വിലപിക്കുന്നവളുമായിരിക്കുന്ന അവളോട് അവൾ കണ്ടുകൊണ്ടിരിക്കേ എന്നർത്ഥം. ശാപമോഹിതഃ സൗദാസഃ, ആ വസിഷ്ഠ ശാപത്താൽ മൂഢനായി തീർന്ന, ബുദ്ധി നഷ്ടപ്പെട്ട, വിവേകം നഷ്ടപ്പെട്ട, ധർമ്മബോധം നഷ്ടപ്പെട്ടവനായിട്ടുള്ള സൗദാസൻ, ശാപമോഹിതഃ സൗദാസഃ വ്യാഘ്രഃ പശും ഇവ അഘാതത്. ഒരു വ്യാഘ്രം, പുലി എങ്ങനെയാണോ പശുവിനെ ദാക്ഷിണ്യം കൂടാതെ ഭക്ഷിക്കുന്നത്, അതുപോലെ ആ ബ്രാഹ്മണനെ ഭക്ഷിച്ചു, അവളുടെ ഭർത്താവിനെ ഭക്ഷിച്ചു. വ്യാഘ്രഃ പശുമിവാഘാതത് സൗദാസഃ ശാപമോഹിതഃ. എന്നിട്ടോ ബ്രാഹ്മണീ വീക്ഷ്യ ദിദിഷും പുരുഷാദേന ഭക്ഷിതം ശോചന്ത്യാത്മാനമുർവീശം അശപത് കുപിതോ സതീ. ബ്രാഹ്മണീ വീക്ഷ്യ ദിദിഷും പുരുഷാദേന ഭക്ഷിതം ശോചന്ത്യാത്മാനമുർവീശം അശപത് കുപിതാ സതീ. ദിദിഷും പുരുഷാദേന ഭക്ഷിതം വീക്ഷ്യ ബ്രാഹ്മണീ ആത്മാനം ശോചന്തി കുപിതാ ഉർവീശം അശപത്. ദിദിഷും, ദിദിഷു എന്ന് പറഞ്ഞാല് ദാതും ഇച്ചു, ദദാതും ഇച്ചു എന്നൊക്കെ പറയാം. ഗർഭാധാനം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അപ്പോൾ തനിക്ക് ഗർഭത്തെ നൽകുവാൻ ഇച്ഛിക്കുന്നവനായിരിക്കുന്ന തന്റെ ഭർത്താവിനെ ഭക്ഷിക്കപ്പെട്ടതായിട്ട്, ഭർത്താവിന് പുരുഷാദേന, പുരുഷാദൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തിന്നുന്നവൻ, പുരുഷാൻ അത്തി ഇതി പുരുഷാദഃ, അധിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക. അപ്പൊ പുരുഷനെ അധിക്കുന്നവൻ പുരുഷാദൻ, രാക്ഷസൻ എന്നർത്ഥം. ഭക്ഷിതം വീക്ഷ്യ, ഭക്ഷിക്കപ്പെട്ടതായി കണ്ടിട്ട്, സതീ ബ്രാഹ്മണി, ആ പതിവ്രതയായ ബ്രാഹ്മണ സ്ത്രീ, ആത്മാനം ശോചന്തി, തന്നെക്കുറിച്ച് അത്യന്തം ദുഃഖിക്കുന്നവളായിക്കൊണ്ട്, കുപിത, വളരെ കോപിച്ചവളുമായിട്ട്, ഉർവീശം അശപത്, ആ രാജാവിനെ ശപിച്ചു. ഇവിടെ രാജാവ് എന്ന് പറഞ്ഞാൽ രാക്ഷസ രൂപത്തിലിരിക്കുന്ന സൗദാസനെ ശപിച്ചു. എന്താണ് ശാപം? ആ ബ്രാഹ്മണ സ്ത്രീയുടെ ശാപമാണ് യസ്മാൻ മേ ഭക്ഷിതഃ പാപ കാമാർത്തായാഃ പതിസ്ത്വയാ തവാപി മൃത്യുരാഗാനാത് അകൃതപ്രജ്ഞദർശിതഃ. യസ്മാൻ മേ ഭക്ഷിതഃ പാപ കാമാർത്തായാ പതിസ്ത്വയാ തവാപി മൃത്യുരാഗാനാത് അകൃതപ്രജ്ഞാ ദർശിതഃ. ഇപ്പോ ഇവിടെ സംബോധനയാണ്. പാപ, അല്ലയോ ദുഷ്ട, പാപം ചെയ്തവനെ, അകൃതപ്രജ്ഞ, പ്രജ്ഞയില്ലാത്തവനെ, ബോധമില്ലാത്തവനെ, ദുർബുദ്ധിയായിരിക്കുന്നവനെ എന്നൊക്കെ അർത്ഥം. ദുഷ്ടബുദ്ധിയായിരിക്കുന്നവനെ, അകൃതപ്രജ്ഞ. യസ്മാത്, എന്തുകൊണ്ടെന്നാൽ യാതൊന്ന് ഹേതുവായിട്ട്, കാമാർത്തായാഹ മേ പതി ത്വയാ ഭക്ഷിതഃ, കാമാർത്തയായിരിക്കുന്ന, അപത്യകാമയായിരിക്കുന്ന, ഭർത്താവിൽ നിന്ന് ഭർത്തൃസുഖം കാമിക്കുന്നവളായിട്ടുള്ള എന്റെ ഭർത്താവിനെ, മേ പതിഹി ത്വയാ ഭക്ഷിതഃ, നിന്നാൽ ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് തവാപി, നിനക്കും, ആദാനാത് മൃത്യു മയാ ദർശിതഃ. ആദാനാത്, ആദാനം എന്ന് പറഞ്ഞാൽ ഗർഭാദാനം. അപ്പൊ നീയും നിന്റെ ഭാര്യയിൽ സന്തതിയെ ജനിപ്പിക്കാനായിട്ട് ദാമ്പത്യത്തിൽ ഏർപ്പെട്ടാൽ നിനക്കും ദാമ്പത്യം നിഷിദ്ധമായി ഞാൻ വിധിച്ചിരിക്കുന്നു എന്നർത്ഥം. തവാപി ആദാനാത് മൃത്യു, ഗർഭാദാനം ചെയ്യുമ്പോൾ മരണം സംഭവിക്കട്ടെ എന്ന് മയാ ദർശിതഃ, എന്നാൽ ദർശിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ
കാണപ്പെട്ടിരിക്കുന്നു, എന്നാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. എന്റെ ഭർത്താവിനെ ഗർഭാധാന സമയത്ത് നീ ഭക്ഷിച്ചതുകൊണ്ട് നിനക്കും ഭാവിയില് ഒരു കാലത്തും ഗർഭാധാനം ചെയ്യാൻ ശേഷിയില്ലാതെ പോട്ടെ. അഥവാ അത് ചെയ്യുന്ന പക്ഷം ആ സമയത്ത് നീ നിനക്ക് മൃത്യു ബാധിക്കും. നമ്മുടെ പാണ്ഡുവിനും ഇതേ ശാപമാണ് കിട്ടിയത്. കുന്തിയുടെ ഭർത്താവായ പാണ്ഡവന്മാരുടെ അച്ഛനും ഇതേ ശാപമായിരുന്നു. അദ്ദേഹവും ഒരു മാനുകളുടെ രൂപത്തില് ഋഷിമാര് രണ്ടുപേര് ഭാര്യ ഭർത്താക്കന്മാർ ദമ്പതികളായി മാനുകളായിട്ട് ക്രീഡിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നിനെ എയ്തു കൊന്നു. അതിന്റെ ഫലമായിട്ടാണ് പാണ്ഡു രാജാവിന് ആ മാൻ ശപിച്ചു, നിനക്കും ദാമ്പത്യത്തിൽ ഏർപ്പെടുമ്പോൾ മരണം സംഭവിക്കട്ടെ എന്ന്. അങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വയം സന്തതികളെ ജനിപ്പിക്കാൻ സാധ്യമല്ലാതെ പോയി ദേവന്മാരിൽ നിന്ന് കുന്തിദേവിയെ വിളിച്ച് കുന്തിദേവി പറഞ്ഞു, എനിക്കിങ്ങനൊരു വരം കിട്ടിയിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ പാണ്ഡു നിർബന്ധിച്ച് 3 പ്രാവശ്യം കുന്തിദേവി സൂര്യഭഗവാൻ യമധർമ്മരാജാവിനെയും വായുദേവനെയും ഇന്ദ്രനെയും സ്വന്തം സന്തതികളെ ജനിപ്പിക്കാനായിട്ട് വിളിച്ചു വരുത്തുന്നു. അതുപോലെ മാദ്രിക്ക് വേണ്ടി അശ്വിനി ദേവന്മാരെയും. അത് പാണ്ഡുവിന്റെ നിർദ്ദേശപ്രകാരം സമ്മതപ്രകാരം ആണ്. പിന്നീട് പാണ്ഡു മാദ്രിയുമായിട്ട് മോഹിതനായി ദാമ്പത്യത്തിൽ ഏർപ്പെടാൻ പുറപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. മാദ്രിയാണ് അതിന് കാരണക്കാരി. ബോധമില്ലാതെ പെരുമാറി. കുന്തി കാവല് നിന്നിരുന്നു ജാഗ്രതയോടുകൂടി. ഈ മാദ്രിയും പാണ്ഡുവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഏതോ ഒരു നിമിഷത്തിൽ കുന്തിയുടെ ശ്രദ്ധയില്ലാത്ത സമയത്ത് മാദ്രി പണിയൊപ്പിച്ചു. അഥവാ രണ്ടുപേരും മറന്നു, ശാപം മറന്ന് രണ്ടുപേരും കൂടി സംഗമിച്ചതായിട്ടുള്ള സമയത്ത് പാണ്ഡുവിന്റെ മരണം സംഭവിച്ചു. ഇതാണ് ആ കഥയിൽ. അപ്പൊ അതേപോലുള്ള സമാനമായിട്ടുള്ളൊരു ശാപമാണ് ഇവിടെ ഈ സൗദാസൻ എന്ന രാജാവിന് കിട്ടുന്നത്. അപ്പൊ സൗദാസനെയും പാണ്ഡുവിനെയും നമുക്ക് ഒരുപോലെ ഓർമ്മിക്കാം. 2 ദുരന്ത കഥാപാത്രങ്ങൾ. അപ്പോ യസ്മാന്മേ ഭക്ഷിതഃ പാപ കാമാർത്തായാ പതിസ്ത്വയാ തവാപി മൃത്യുരാധാനാത് അകൃതപ്രജ്ഞ ദർശിതഃ ഏവം മിത്രസഹം ശപ്ത്വാ പതിലോകപരായണ തദസ്തീനി സമിദ്യേ അഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാ. ഏവം മിത്രസഹം ശപ്ത്വാ പതിലോകപരായണ തദസ്തീനി സമിദ്യേ അഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗതാ. ഏവം ഇപ്രകാരം മിത്രസഹം ശപ്ത്വ, ഈ മിത്രസഹൻ എന്നും അറിയപ്പെടുന്ന സൗദാസനെ ശപിച്ചു. ആര്? ഈ ബ്രാഹ്മണി. പതിലോകപരായണ, പതിയുടെ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവളായിട്ട്, പരായണയായിട്ട് അത് തന്നെ ആശ്രയമായി കരുതുന്നവള് തദസ്തീനി സമിദ്യഗ്നൗ പ്രാസ്യ ഭർത്തുർഗതിം ഗത. ഇവൻ ഭക്ഷിച്ചു കഴിഞ്ഞ് അല്ലെ, മാംസമൊക്കെ ഭക്ഷിച്ചു, ബാക്കി എന്തുണ്ടാവും? അസ്ഥി ഉണ്ടാവും. ആ അസ്ഥിയെ സഞ്ചയിച്ചു, സഞ്ചയനം ചെയ്യുക അല്ലെ. മറ്റേ നമ്മള് സഞ്ചയനം നടത്തുക, ദഹിപ്പിച്ചു കഴിഞ്ഞ ആ പട്ടടയിൽ നിന്നാണ്, ചാരത്തിൽ നിന്ന് എന്തെങ്കിലും അസ്ഥികൾ ശേഷിച്ചിട്ടുണ്ടോ എന്ന് തെരഞ്ഞെടുക്കുന്ന പ്രവൃത്തിക്കാണ് സമ്യക്കായി ചയനം ചെയ്യുന്ന പ്രവൃത്തി. തെരഞ്ഞെടുക്കുന്ന പ്രവൃത്തിയാണ് സഞ്ചയനം. എന്നിട്ട് കൂട്ടിവെക്കുക, എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പുണ്യതീർത്ഥത്തിൽ സമർപ്പിക്കുക. ഇതാണ് സഞ്ചയനത്തിന്റെ പ്രക്രിയ. അപ്പൊ ഇവിടെയും ഇവളെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അസ്ഥികളെയെല്ലാം പെറുക്കിക്കൂട്ടി സമിദ്യേ അഗ്നൗ പ്രാസ്യ, അഗ്നിയെ ജ്വലിപ്പിച്ച്, സമ്യക് യുദ്ധം നന്നായി ജ്വലിപ്പിച്ചതായിട്ടുള്ള അഗ്നൗ, അഗ്നിയിലേക്ക് പ്രാസ്യ പ്രകർഷേണ അസ്യ എന്ന് പറഞ്ഞാൽ വിക്ഷേപിച്ചിട്ട് സമർപ്പിച്ചിട്ട് ഭർത്തുർഗതിം ഗതാ, അവളും സ്വയം ആ അഗ്നിയിൽ ചാടിയിട്ടുണ്ടാവും. ഭർത്താവിന്റെ ഗതിയെ തന്നെ ഗതാ പ്രാപിച്ചു എന്നർത്ഥം. ഇപ്പൊ ബ്രാഹ്മണിയും സ്വശരീരത്തെ ആ അഗ്നിയിൽ ദഹിപ്പിച്ച് ഭർത്തൃലോകത്തെ പ്രാപിച്ചു. ഭർത്താവ് ഏത് ലോകത്തേക്ക് പോയോ അവിടേക്ക് തന്നെ അവളും പോയി. ഇനി സൗദാസന്റെ കഥ തുടരുന്നു. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശാപമുക്തനായി. അതിനുശേഷം എന്ത് സംഭവിച്ചു?
അദ്ദേഹം അനപത്യനാണെന്ന് പറഞ്ഞു. ആ കാര്യവും അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വംശം പിന്നെ എങ്ങനെ നിലനിന്നു, ആ സസ്പെൻസ് നാളെ കാണാം. ഓം നാളെ രാവിലെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ രാവിലെ കാണാം 11 മണിക്ക്. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.